കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും വയലാർ അവാർഡുമടക്കം നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് നേടിയിട്ടുണ്ട്. ഷിനിലാൽ മലയാളത്തിലെ അറിയപ്പെടുന്ന നോവലിസ്റ്റും ചെറുകഥാകൃത്തുമാണ്. വി ഷിനിലാൽ കേരള സാഹിത്യ അക്കാദമിയുടെ നോവൽ ചെറുകഥാ പുരസ്കാരങ്ങൾക്ക് അർഹനാണ് അദ്ദേഹം. നമ്മുടെ പാനൽ ചർച്ച ആരംഭിക്കുകയാണ്. അധ്യക്ഷയായിട്ട് ഡോക്ടർ മിനി പ്രസാദിനെ ക്ഷണിക്കുന്നു. തീവണ്ടി ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരത്ഭുതമായിരുന്നു. 1853 ഏപ്രിൽ മാസം 16-ാം തീയതി ബോറി ബന്ദറിൽ നിന്ന് താനേക്കാണ് ആദ്യമായിട്ട് തീവണ്ടി ഓടിയത്. അതിനു മുൻപ് മറ്റ് സ്ഥലങ്ങളിൽ തീവണ്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വസാഹിത്യത്തിലും എഴുത്തുകാരൊക്കെ തീവണ്ടി കഥകളും തീവണ്ടി അനുഭവങ്ങളും തീവണ്ടി സാഹിത്യവും ഒക്കെ എഴുതിയിട്ടുണ്ട്. ലോക തീവണ്ടി സാഹിത്യം എന്ന പേരിലൊരു പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുണ്ട് മലയാള സാഹിത്യത്തിൽ. അങ്ങനെ വന്ന കഥകളുടെ സമാഹാരമായിട്ട് ഇന്ത്യ സാഹിത്യത്തിൽ നമ്മൾ തീവണ്ടിയെപ്പറ്റി പറയുമ്പോൾ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ചിത്രം ഒരുപക്ഷെ ദുർഗയുടെയും അപ്പുവിൻ്റേതുമായിരിക്കും. അപ്പുവും ദുർഗയും കൂടി തീവണ്ടി കാണാൻ വേണ്ടി ഓടിപ്പോകുന്നതും ആ ഒരു കയറ്റം, അപ്പു ഇങ്ങനെ കിതച്ചുകൊണ്ട് ആ കയറ്റം കയറുമ്പോൾ ദുർഗ പ്രയാസപ്പെട്ട് പുറകെ കയറുന്നത്, അതിൻ്റെ കരിപ്പുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ആ കിതപ്പ് പോലും ആ വരിയിലൂടെ കടന്നു പോകുമ്പോൾ സത്യത്തിൽ അപ്പുവിൻ്റെ കിതപ്പ് പോലും വായിക്കുന്നവർക്ക് അനുഭവപ്പെടും. തീവണ്ടിയുടെ ചൂളം വിളിയേക്കാൾ, തീവണ്ടിയുടെ കിതപ്പിനേക്കാൾ അപ്പുവിൻ്റെ കിതപ്പായിരിക്കും നമ്മളെ കൂടുതൽ അനുഭവപ്പെടുത്തുക എന്ന് തോന്നിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ മലയാള സാഹിത്യത്തിലെ 3 കാലഘട്ടങ്ങളിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച 3 എഴുത്തുകാരാണ്. വൈശാഖ മാഷ് ജോലി ചെയ്തത് ഇന്ത്യൻ റെയിൽവേയുടെ വളരെ പഴയ കാലഘട്ടത്തിലാണ്. ഒരുപക്ഷെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ആ സ്ഥലങ്ങളും റെയിൽവേയും ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അദ്ദേഹം ജോലി ചെയ്തിരുന്ന ആ പാതയുടെ പേര് തന്നെ മാറി അല്ലേ. മദ്രാസ് ഹൗറ പാത എന്നത് ഇപ്പോൾ ചെന്നൈ കൽക്കട്ട പാത എന്ന് ആയിട്ട് പോലും ഉണ്ട്. അന്നത്തെ ആന്ധ്രാപ്രദേശിൻ്റെ ബോർഡറിൽ, ചെന്നൈയുടെ തമിഴ്നാടിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും ബോർഡറിലുണ്ടായിരുന്ന ചെറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ സ്റ്റേഷൻ മാസ്റ്ററായിട്ടാണ് വൈശാഖ മാഷ് ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ റെയിൽവേയുടെ അനുഭവങ്ങൾ എന്നതുപോലെ റെയിൽവേയുടെ പരിസര അനുഭവങ്ങൾ കൂടിയാണ്. മറ്റൊന്ന് ടി ഡി രാമകൃഷ്ണനാണ്. ടി ഡി രാമകൃഷ്ണൻ എഴുതിയ റെയിൽവേ നോവൽ പച്ച മഞ്ഞ ചുവപ്പ് എന്ന് പറയുന്ന റെയിൽവേ നോവൽ, ആ റെയിൽവേ നോവലിൽ അദ്ദേഹം മറ്റൊന്നായിരുന്നു. അവിടെ ഒരു റെയിൽവേ ട്രെയിൻ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റു ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് വായനക്കാരോട്, ലോകത്തോട് പറയാനുണ്ടായിരുന്നു. ആ പറയാനുള്ളൊരു മാധ്യമമായിരുന്നു അവിടെ ട്രെയിൻ. ഒരപകടം ഉണ്ടാകുന്നത്, ആ അപകടം ഉണ്ടാക്കുന്നതാണോ എന്ന വിധത്തിൽ ഒരുപക്ഷെ നമ്മൾ ഞെട്ടിപ്പോയ, വായിച്ചപ്പോൾ ഭയന്നു പോയ, നമ്മൾ ദിവസവും യാത്ര ചെയ്യുന്നത് എന്ത് സുരക്ഷിതത്വത്തിലാണെന്ന് നമ്മളോട് തന്നെ ചോദിച്ചു പോയ അനുഭവങ്ങളാണ് ആ നോവലും ആ എഴുത്തുമൊക്കെ നമ്മെ പഠിപ്പിച്ചത്. ഷിനിലാലിന് ട്രെയിൻ എന്ന് പറയുന്നത് പൂർണ്ണമായും പ്രതീകമാണ്. ഞാൻ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് വരാം. കാരണം അവിടെ മതഫാസിസം ഇന്ത്യയെ മൂടുമ്പോൾ ഈ ബയോപിക് അന്ന് അദ്ദേഹം ബയോപ്സി പീസ് എന്ന് ട്രെയിനിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ആ ബയോപ്സി പീസ് എന്ന് പറയുന്നത് എപ്രകാരമാണ് ഓരോ സംസ്ഥാനത്തിലും ഈ ട്രെയിൻ കടന്നു പോകുന്ന, യാത്ര ചെയ്യുന്ന മനുഷ്യരുടെ മനോഭാവങ്ങൾ, വാക്കുകൾ, വാചകങ്ങൾ എന്നിവയിലൂടെ ഇന്ത്യ എങ്ങനെ മാറുന്നു എന്ന് പഠിപ്പിക്കാൻ കൂടിയുള്ള ഒരവസ്ഥയായിട്ടാണ് ട്രെയിനിനെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ചർച്ചയിലേക്ക് വരാൻ ഞാൻ മാഷ് വരട്ടെ എന്ന് കരുതിയിട്ടാണ് അല്പം പിടിച്ചു നിൽക്കുന്നത്. കാരണം അവിടുന്ന് ചോദ്യങ്ങൾ തുടങ്ങുകയായിരിക്കും ഉത്തമം എന്ന് തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്തായാലും ഇനി 3 പേരോടുമുള്ള ആദ്യത്തെ ചോദ്യം എന്ന നിലയിൽ ഈ റെയിൽവേയിലെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച്, നിങ്ങൾ ജോയിൻ ചെയ്ത കാലത്ത്, മാഷ് ജോയിൻ ചെയ്ത കാലവും കുറച്ചുകൂടി പഴയതാണ്. എൻ്റെ അറിവിൽ മാഷ് ആദ്യം TTR ആയിരുന്നു അല്ലേ, പിന്നീടാണ് കൺട്രോളർ ഓഫീസർ ആവുന്നത്. അപ്പോൾ അന്നും ആ തരത്തിൽ
കഥകളെ എഴുതാൻ തുടങ്ങിയതും കുറച്ച് കാലം കഴിഞ്ഞിട്ടുമാണ്. അപ്പോൾ ആദ്യകാല റെയിൽവേ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇത് എഴുതണം എന്ന് നിർബന്ധിച്ച് തോന്നിയ കാലഘട്ടത്തെക്കുറിച്ച് ഒന്ന് പറയാം, ചുരുക്കി. നമസ്കാരം. ഞാൻ 1981 ആണ് റെയിൽവേയിൽ ജോലിക്ക് ചേരുന്നത്. 81 ഒക്ടോബർ മാസത്തിൽ റെയിൽവേയിൽ ടിക്കറ്റ് കളക്ടറായിട്ടാണ് ജോലിക്ക് ചേർന്നത്. സേലത്തായിരുന്നു ജോയിൻ ചെയ്തു, ഇൻഫർമേഷൻ സെൻറ്ററിൽ. അപ്പോൾ അതുവരെ എനിക്ക് റെയിൽവേ ആയിട്ട് വലിയ ബന്ധമൊന്നുമില്ല. തീവണ്ടിയിൽ യാത്ര ചെയ്ത് പോലും വളരെ കുറവായിരുന്നു. ആലുവ UC കോളേജിൽ പഠിച്ചു കഴിഞ്ഞ് ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ് അധികം താമസിക്കാതെ ജോലി കിട്ടിയെന്നൊരു ഭാഗ്യമുണ്ടായിരുന്നു. ഒരു 20 വയസ്സും ഒരു 4-5 മാസത്തിൽ ഞാൻ സർവീസിൽ കയറുന്നുണ്ട്. അപ്പോൾ ഈ സേലത്തേക്ക് ഞാൻ പോകുന്നത് ഹിക്കിംബോധം സ്റ്റോളിൽ നിന്ന് ഒരു തമിഴ് മലയാളം ഭാഷാ സഹായി വാങ്ങിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഫർമേഷൻ സെൻറ്ററിലാണല്ലോ പോയി ജോലി ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് ഇതും വാങ്ങിപ്പോയതാണ്. സേലത്ത് അവിടെ ചെന്ന് ഈ ജോലിക്ക് ചേരുന്നു. തമിഴ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതാണ് ആദ്യം എൻ്റെ ഒരു രസമായിട്ടൊരു കാര്യം. അടുത്തൊരു പഴയ സിനിമാ തിയേറ്ററൊക്കെ ഉണ്ടായിരുന്നു, സൂരമംഗലം എന്നാണ് സേലം ജംഗ്ഷൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. എന്താണെന്ന് വെച്ചാൽ മിക്കവാറും റെയിൽവേ ജംഗ്ഷനുകളെല്ലാം ടൗണിൽ നിന്ന് കുറച്ച് മാറിയാണ്. അപ്പോൾ ഈ സേലം ജംഗ്ഷനും ഇതുപോലെ സേലം ടൗണിൽ നിന്ന് സ്വല്പം മാറി സൂരമംഗലം എന്ന്. അപ്പോൾ സൂരമംഗലത്ത് ഒരു സിനിമാ തിയേറ്ററിൻ്റെ അടുത്ത് താമസിച്ച ഇൻഫർമേഷൻ സെൻറ്ററിൽ ജോലിയായിട്ടാണ് തുടങ്ങിയത്. പിന്നീട് 35 കൊല്ലം ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്തു. പല ജോലികൾ ചെയ്തിരുന്നു. 19 സ്ഥലത്തായിട്ടാണ് ഈ 35 കൊല്ലത്തെ സർവീസ്. അപ്പോൾ ഏകദേശം ഒരു ട്രാൻസ്ഫറിൻ്റെ രീതി മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഒരുപാട് സ്ഥലത്ത് മാറി മാറി ജോലി ചെയ്തിരുന്നു. അത് ജോലിയും മാറിയിരുന്നു. ഈ ടിക്കറ്റ് കളക്ടർ എന്നുള്ള ടിക്കറ്റ് എക്സാമിനറും പിന്നീട് ഗാർഡായിട്ട് ജോലി ചെയ്തിരുന്നു, ഗുഡ്സ് ഗാർഡായിട്ട് ജോലി ചെയ്തിരുന്നു. അവിടുന്ന് കൺട്രോളറും ഡെപ്യൂട്ടി ചീഫ് കൺട്രോളറും ചീഫ് കൺട്രോളറും ഒക്കെ ആയി. അവസാനം പാലക്കാട് ചീഫ് കൺട്രോളറായിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. ഈ കാലത്ത് പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്യാനും ഒരുപാട് യാത്ര ചെയ്യാനും, യാത്രയാണ് വാസ്തവത്തിൽ നമ്മുടെ ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ വലിയ തോതിൽ മാറ്റിയതൊക്കെ. ഞാൻ വാസ്തവത്തിൽ ഈ റെയിൽവേ ജോലി കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നമുക്ക് ധാരാളം യാത്ര ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ ചേരുമ്പോൾ തന്നെ വലിയ ഹാപ്പി ആയിപ്പോൾ. ഒരു ആദ്യമായിട്ട് റെയിൽവേ പാസ് എടുത്ത ഉടനെ 15 ദിവസത്തെ ലീവ് എടുത്ത് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാതെ വണ്ടി കയറി ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പോയ ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നീട് അത് തുടർന്നുകൊണ്ടിരുന്നു. പിന്നെ പലപ്പോഴും റെയിൽവേയുടെ ഞങ്ങൾ സദേൺ റെയിൽവേയിൽ എംപ്ലോയീസാണ്. അപ്പോൾ അത് സദേൺ റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫീസ് മദ്രാസിൽ 5-6 വർഷം ജോലി ചെയ്തിട്ടുണ്ട് തുടർച്ചയായി, 2000 മുതൽ 2006 വരേക്കുള്ളൊരു കാലത്ത്. പിന്നെ റെയിൽ ഭവനിൽ ഡെപ്യൂട്ടേഷനിൽ ഡൽഹിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എനിക്ക് ഇന്ത്യയെ കുറേ കൂടെ അടുത്തറിയാനും ഒരുപാട് മനുഷ്യരെ കാണാനും ഒക്കെയുള്ളൊരവസരം ഉണ്ടാക്കി തന്ന റെയിൽവേയാണ്. പിന്നീട് ഒരു എഴുത്തിലേക്ക് വരുന്ന കാലത്ത് തീർച്ചയായിട്ടും അതെനിക്ക് ഒരുപാട് സഹായമായിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെയും രണ്ടാമത്തെയും ജോലി തമ്മിലുള്ളൊരു വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ആദ്യം ജനങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള ജനങ്ങൾക്കിടയിൽ ഉള്ളൊരു ജോലിയാണ് ചെയ്തു. ടിക്കറ്റ് എക്സാമിനറായിട്ട് യാത്ര ചെയ്തൊക്കെ ജോലി ചെയ്യുന്നു. എപ്പോഴും നമ്മൾ വളരെ വ്യത്യസ്തരായ പല രീതിയിലുള്ള ആളുകളുടെ ഉള്ളിലാണ് തൊഴിൽ ചെയ്യുക. എന്നാൽ അത് കഴിച്ച് ഞാൻ അടുത്ത ഈ ഗുഡ്സ് ഗാർഡ് എന്ന് പറഞ്ഞ ജോലിയിലേക്ക് ചെന്നപ്പോൾ ഒരു മനുഷ്യനില്ലാതെ ഗുഡ്സ് ട്രെയിനിൻ്റെ ഏറ്റവും അവസാനമുള്ള ഈ ബ്രേക്ക് വാൻ എന്ന് പറയുന്ന ആ വാഗണിൽ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ വിപരീതമായൊരവസ്ഥയിലേക്ക് നിന്നു. പക്ഷേ അതൊരു 3 വർഷമേ ആ ജോലി ചെയ്തിട്ടുള്ളൂ. പിന്നീട് കൺട്രോളറായിട്ട് വരുമ്പോൾ ആ കൺട്രോൾ റൂമിലാണ്, ജനങ്ങളായിട്ട് കാര്യമായിട്ട് ബന്ധമൊന്നുമില്ല. നമ്മളൊരു ഡിവിഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫീസിനകത്ത് ഇരുന്ന് ജോലി ചെയ്യുന്ന അത്തരത്തിലുള്ള ജോലി. അപ്പോൾ വളരെ വ്യത്യസ്തമായ പല ജോലിയാണ്. പക്ഷേ ആ ജോലിയിലേക്ക് എത്തുമ്പോഴാണ് റെയിൽവേ എന്ന സ്ഥാപനത്തിലും
അതിൻ്റെ ഒരു അധികാര സംവിധാനം, അതിൻ്റെ പ്രവർത്തന രീതി, അതിൻ്റെ ഒരു സങ്കീർണതകളും അതിൻ്റെ ഒരു ഹിംസാത്മകതയും ഒക്കെ തിരിച്ചറിയുന്നത് ആ കാലത്താണ്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു തുടക്കം. അല്ല, അന്ന് സേലം ഡിവിഷൻ ഇല്ല. ഞാൻ ജോലിക്ക് ചേർന്ന സമയത്ത് സേലം ഡിവിഷൻ ഇല്ല, പാലക്കാട് ഡിവിഷനാണ്. പാലക്കാട് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പരന്ന് കിടക്കുകയാണ്. മംഗലാപുരം മുതൽ ജോലാർപേട്ട വരെയും തിരുച്ചിറപ്പള്ളി വരെയൊക്കെ കിടക്കുന്ന വലിയൊരു ഡിവിഷനായിരുന്നു. പിന്നീട് 2007 അത് വിഭജിച്ച് സേലം ഡിവിഷൻ വരും. ജോലിക്ക് ചേർന്ന കാലം എവിടെ ജോലി ചെയ്തു? നമസ്കാരം. ഞാൻ 2000 റെയിൽവേയിൽ വരുന്നത്. അത് ആദ്യം ജോലി വരുന്നത് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായിട്ട് ഹൂബ്ലി ഡിവിഷനിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിവിഷണൽ കണക്കെടുക്കണമെങ്കിൽ എനിക്ക് TDA ഡിവിഷൻ സർവീസുണ്ട്, പല ഡിവിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം ഹൂബ്ലി ഡിവിഷനിൽ, ആദ്യം ഈ ഹൂബ്ലി എന്നുള്ള സ്ഥലം യഥാർത്ഥത്തിൽ അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഹൂഗ്ലി എന്നുള്ള സ്ഥലം എല്ലാവർക്കും ഫെമിലിയറായ സ്ഥലമാണ്. ഈ ഹൂബ്ലി എന്ന് പറയുന്നത് ഉത്തര കർണാടകത്തിലാണ്. ഇപ്പോൾ അത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആയിട്ട് മാറി. അതൊരു വലിയ ഡിവിഷനാണ്. ഒരു സൈഡിൽ ഗോവ തുടങ്ങി വാസ്കോ പോർട്ട് മുതൽ മറു സൈഡിൽ പൂനെയുടെ ഔട്ടറിൽ ഗോർപുരി എന്നുള്ള സ്റ്റേഷൻ വരെയും, പിന്നെ നമ്മളെ ഈ മിനറൽ ബെൽറ്റ്, ഹോസ്പെട്ട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ആ ഭാഗത്ത്, പിന്നെ ഇനി ബാംഗ്ലൂരിൻ്റെ ഭാഗത്തോട്ടും വരുന്ന ഒരു അപ്പോൾ അവിടെയാണ് ആദ്യം ജോയിൻ ചെയ്യുന്നത്. പിന്നെ അത് ALP ആയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഈറോഡ് വന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ പാലക്കാട് ഡിവിഷൻ. അത് കഴിഞ്ഞിട്ട് ചെന്നൈ ഡിവിഷനിൽ പോയി ടിക്കറ്റ് കളക്ടറായിട്ട് പോയി. അതിനുശേഷം ട്രിവാൻഡ്രം ഡിവിഷനിൽ വന്നു. അങ്ങനെ അത് പല ടെസ്റ്റ് എഴുതിയിട്ട് ഒരു ജോലി കളഞ്ഞ് അടുത്ത ജോലി അങ്ങനെ പോയിക്കൊണ്ടിരുന്ന പരിപാടിയായിരുന്നു. അങ്ങനെ അവസാനം ട്രിവാൻഡ്രം ഡിവിഷനിൽ വന്നിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഇത് ആക്ച്വലി എനിക്ക് ഈ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് PSC ഈ പരീക്ഷ എഴുത്തുണ്ട്. ആ സമയത്ത് എനിക്ക് എൻ്റെ ആഗ്രഹം റെയിൽവേയിൽ വരണമെന്നാണ്. കാരണം ഇതെനിക്ക് വളരെ ചെറിയ പ്രായത്തിലേ, വളരെ കൊച്ചു പ്രായത്തിലേ ഇതിലോട്ട് എന്തൊരു ഭ്രമാത്മകമായ ഒരു അട്രാക്ഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഇതിനകത്ത് വന്ന് പെട്ടത്. എനിക്ക് ആ പരീക്ഷ എഴുതുന്ന സമയത്ത് തന്നെ മറ്റേ SSCയുടെ പരീക്ഷ കിട്ടിയിട്ടുണ്ടായിരുന്നു, മെട്രിക് ലെവൽ. അത് കഴിഞ്ഞിട്ട് PSCയിൽ കുറേ ജോലി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൽ നിന്നും മനസ്സുകൊണ്ട് പോലും പരിഗണിക്കാതെയാണ് റെയിൽവേയിൽ വന്നത്. പക്ഷേ ഈ വന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇത്രയും ഞാൻ വളരെ ചെറിയ ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളാണ്. പക്ഷേ ഞാൻ പെട്ടെന്ന് മറിഞ്ഞ് പോയി വീഴുന്നത് വേറൊരു വളരെ വിശാലമായൊരു ലോകത്താണ്. ഞാൻ ആദ്യമായിട്ടൊരു ആംഗ്ലോ ഇന്ത്യനെ കാണുന്നത് ഈ ഗോർപുരി ചെല്ലുമ്പോഴത്തേക്കാണ്. അയാളുടെ പേരെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വെസ്റ്റർബിച്ച് എന്ന, അങ്ങനെയാണ് സ്പെല്ലിംഗ് എനിക്ക് അറിഞ്ഞുകൂടാ കറക്റ്റ് എഴുതാൻ. അതുപോലെ ഈ പറഞ്ഞ പോലെ മെലൗനി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സാറിനൊക്കെ അറിയായിരിക്കും. അങ്ങനെ ഒരു ആംഗ്ലോ ഇന്ത്യൻ കൾച്ചറുള്ള ആംഗ്ലോ ഇന്ത്യൻസിനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് അവിടെ ചെല്ലുമ്പോഴാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവിടെ സംഭാഷണമൊക്കെ ഭയങ്കര രസമാണ്. അതായത് ഈ ഒരു വൈ ഫക്കർ, വൈ ആർ യു ഹിയർ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം നമുക്ക് ചീത്ത വിളിക്കും പോലെ ആദ്യം ഫീൽ ചെയ്യും, പക്ഷേ അതൊരു വലിയ കാര്യമില്ലെന്ന് ക്രമേണ മനസ്സിലാവും. അങ്ങനത്തെ കുറേ മനുഷ്യർ, അങ്ങനെ ഈ മനുഷ്യരെ കണ്ട് ഒരു കുൽക്കർണി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ ഇത്ര % സ്വന്തമായിട്ട് അമ്മയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കുടുംബത്തിന് കൊടുക്കണം, ഇത്ര ഇതിന് ചിലവാക്കണം, ഇത്ര പൈസ നിങ്ങൾ സ്വന്തം ജീവിതത്തിന് വേണ്ടി മാറ്റി വയ്ക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്ന ഒരു മനുഷ്യരുടെ ഇടയിലേക്കും അതിവിശാലമായ ഇപ്പോൾ മറാഠികളുടെ കൂടെ, അതുപോലെ തെലുങ്കരുടെ കൂടെ, തമിഴരുടെ കൂടെ, ഈ UP-യിലുള്ളവരുടെ കൂടെ പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാത്ത ജാതി വിഭാഗങ്ങളായ മനുഷ്യർ. ഇപ്പോൾ ബെഞ്ചാരി എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു, അമിത് ബെഞ്ചാരി. ഓക്കെ, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിലേക്ക് കടന്നു പോയതാണ്. ഇങ്ങനെയൊക്കെയാണ് തുടക്കം. അടുത്ത ചോദ്യം ഇവിടുന്ന് തന്നെ തുടങ്ങാം നമുക്ക്. റെയിൽവേ എങ്ങനെയാണ്, ട്രെയിൻ ജീവിതം അല്ലെങ്കിൽ റെയിൽവേയിലെ ജോലി എങ്ങനെയാണ് നിങ്ങളുടെ എഴുത്തിനെ? അപ്പോൾ അവിടെയും വ്യത്യാസമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഓരോ മനുഷ്യരും ഓരോ കഥയായിരിക്കുമ്പോൾ അനേകം മനുഷ്യരെ വഹിച്ചുകൊണ്ട് പോകുന്ന തീവണ്ടി ഒരു ഇതിഹാസമാകുന്നു എന്ന് ഷിനിലാൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ മാഷ് എഴുതിയപ്പോൾ മാഷിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഇതൊന്നുമല്ല, മറിച്ച് ഈ ഹയറാർക്കി എങ്ങനെയാണ് ഒരു സ്ഥാപനത്തെ ഇല്ലാതാക്കുന്നത് എന്ന് സാധാരണ മനുഷ്യരോട് പറയണം എന്നുള്ളത് കൂടിയായിരുന്നു. അതിനും അപ്പുറത്ത് ഈ
പരസ്പര വിശ്വാസമില്ലായ്മ ഒരു സ്ഥാപനത്തെ നശിപ്പിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ പച്ചമഞ്ഞ ചുവപ്പ് എന്ന നോവൽ എഴുതാനുണ്ടായ ഒരു പ്രചോദനം, അല്ലെങ്കിൽ അത് എഴുതി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സംതൃപ്തി, അതെങ്ങനെയായിരുന്നു? ഞാൻ എഴുത്തിലേക്ക് വന്ന ആദ്യ കാലത്തൊന്നും റെയിൽവേ പറ്റി ഒന്നും എഴുതിയിരുന്നില്ല. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞൊരു നോവലാണ് തുടങ്ങുന്നത്. പിന്നീട് എഴുതിയ കൃതികളിലൊന്നും റെയിൽവേ പശ്ചാത്തലമായിട്ടോ അല്ലെങ്കിൽ ഒന്നും എൻ്റെ കഥാപാത്രങ്ങൾ തീവണ്ടിയിൽ യാത്ര ചെയ്യാറ് പോലും തമാശയായിട്ട് അല്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാലോ, വൈശാഖ മാഷയുടെ ശരിക്കുള്ള പേര് വൈശാഖൻ എന്നല്ലല്ലോ. അദ്ദേഹം ഈ എഴുതാൻ വേണ്ടിയിട്ട് വൈശാഖൻ എന്നുള്ള പേര് സ്വീകരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കത് തുടക്കത്തിൽ തോന്നി ഇത് ശരിയല്ല, എൻ്റെ പേരിൽ തന്നെ എഴുതണമെന്നൊരാഗ്രഹം. എഴുതാൻ തീരുമാനിക്കുന്നത് വളരെ വൈകിയാണ് എഴുതാൻ തീരുമാനിക്കുക, തുടക്കത്തിലൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് അതിനൊരു പ്രൊസീജിയറുണ്ട്, പെർമിഷനൊക്കെ വാങ്ങിക്കണം എഴുതണമെങ്കിൽ. അപ്പോൾ ഞാൻ പ്രോപ്പറായിട്ട് അതിന് ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു. എനിക്ക് ലിറ്റററി വർക്ക്സ് പബ്ലിഷ് ചെയ്യാനുള്ള പെർമിഷൻ തരണം. അപ്പോൾ അതിനൊരു പെർമിഷൻ ലെറ്റർ വന്നു. ഒരു 5-6 മാസമൊക്കെ എടുത്തിട്ടാണ് പെർമിഷൻ ലെറ്റർ. അപ്പോൾ അതിൽ ഒരുപാട് കണ്ടീഷൻസ്. ഈ കണ്ടീഷനെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ റെയിൽവേ പറ്റി എഴുതാതിരിക്കുകയാണ് നല്ലത്. നല്ലതെന്ന് തോന്നി. അത് ആ കണ്ടീഷൻ പാലിച്ചുകൊണ്ട് റെയിൽവേ പറ്റി എഴുതാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ കണ്ടീഷൻ ഞാൻ വിശദമായിട്ട് പറയുന്നില്ല എന്നല്ലോ, നമുക്ക് ഊഹിക്കാവുന്നല്ലോ. അപ്പോൾ റെയിൽവേയിൽ നിന്ന് പോരുന്ന വരെ ഞാൻ റെയിൽവേ പറ്റിയൊന്നും എഴുതിയിട്ടില്ല. അത് കഥാപാത്രങ്ങൾ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന പോലുമില്ല. തീവണ്ടിക്ക് പകരം അല്ലെങ്കിൽ ഒന്നുകിൽ ബസ്സിലോ അല്ലെങ്കിൽ കപ്പലിലോ വിമാനത്തിലോ ഒക്കെ യാത്ര ചെയ്യും. ഇട്ടിക്കോരൊക്കെ അങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്. തീവണ്ടിയിൽ വളരെ അപൂർവമായിട്ടായി പോകും. തീവണ്ടി കാണുന്നത് ഒരു ഭയമായിട്ടുള്ള തരുന്നത് പിന്നീടാണ് അതിനെപ്പറ്റി. പക്ഷേ ഇപ്പോൾ റെയിൽവേ കുറച്ചും കൂടെയൊക്കെ ലിബറലായി വന്നു. ഇപ്പോൾ പണ്ടത്തെ പോലെയുള്ള വല്ലാത്ത കടുംപിടുത്തങ്ങളൊന്നുമില്ല. കുറച്ചും കൂടെ ലിറ്ററേച്ചറിനെയൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ്. പക്ഷേ ഈ റെയിൽവേ ജോലി ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഈ ആദ്യകാലത്തല്ല, കുറച്ചും കൂടെ കഴിഞ്ഞ് ഈ ഗാർഡിൻ്റെ കാലം മുതലുള്ള കാലത്ത് ഈ സ്ഥാപനത്തിൻ്റെ ഒരു പ്രവർത്തന രീതി, അല്ലെങ്കിൽ അതിൽ ജോലി ചെയ്യുന്നവരുടെയും അതിൽ ഉപയോഗിക്കുന്നവരും, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിനെ അത് എങ്ങനെയാണ് ബാധിക്കുന്നത്, കുറേയും കൂടെ നമ്മൾ അതിൻ്റെ ഒരു സങ്കീർണതയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് എഴുതണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എഴുതി പ്രസിദ്ധീകരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് കുറിപ്പുകൾ എഴുതിയൊക്കെ സൂക്ഷിച്ചിരുന്നു. വൈകി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഡ്രൈവർ വന്നിട്ടില്ല, എഞ്ചിനൊന്നും ഇല്ല. ഇനി മാഷ് പറഞ്ഞിട്ട് തുടങ്ങി. അതുകൊണ്ടാണ് ഞങ്ങൾ മാഷ് വന്നിട്ടേ തുടങ്ങുമെന്ന് വാശി പിടിച്ചതാണ്. പക്ഷെ നടന്നില്ല. പക്ഷേ അപ്പോൾ ഞാൻ തുടങ്ങിയത് ഇതായിരുന്നു. ഇന്ത്യൻ റെയിൽവേയുടെ വളർച്ചയുടെ കാലത്ത് 3 കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന 3 പേരാണ് ഞങ്ങൾ 3 പേരും. മാഷ് ആദ്യം ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങൾ എന്ന് ആദ്യത്തെ ആ പാതയുടെ പേര് പോലും ഇപ്പോൾ മാറിപ്പോയി. അപ്പോൾ ആദ്യത്തെ അനുഭവം ഒന്ന് ചുരുക്കി പറയുകയാണ് ഇവർ രണ്ടുപേരും ചെയ്തത്. അവർ ജോലി ചേറിയ ആ കാലഘട്ടത്തിലെ ആ അനുഭവം വായനക്കാർക്ക് എന്തായാലും അത്, എഴുത്തുകാർക്ക് കേൾവിക്കാർക്ക് താല്പര്യമുണ്ടാവും. അപ്പോൾ ഒരു വളരെ കുറഞ്ഞ അതൊന്ന്, അതായത് ഗുമ്മിടിപ്പുണ്ടി ഇപ്പോൾ 3 പ്ലാറ്റ്ഫോമുള്ള വലിയ റെയിൽവേ സ്റ്റേഷനാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ റെയിൽവേയിൽ ആദ്യം ചേർന്നപ്പോൾ 63 അവസാനമാണത്. അപ്പോൾ നമുക്ക് തിരുച്ചിനാപ്പള്ളിയിലായിരുന്നു ട്രെയിനിങ്ങൊക്കെ, സോണൽ ട്രെയിനിങ് സ്കൂൾ അല്ലേ. അന്ന് ഈ പട്ടാള മോഡലുള്ള പരിപാടിയാണ്. അതായത് കാലത്ത് 5 മണിക്ക് പരേഡ്. രാമകൃഷ്ണൻ ചേർന്നപ്പോൾ അത് ഉണ്ടാവുമെന്ന് അറിഞ്ഞോളൂ. ഉണ്ടാവും. തോക്കെടുത്ത് പരിശീലനം, ഫയറിംഗ് പ്രാക്ടീസ്, അതൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കാലത്ത്. പിന്നെ നമ്മളത് സമരം ചെയ്ത് നിർത്തിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് അതിനു മുമ്പ് ഒരു മെഡിക്കൽ ടെസ്റ്റ്, 1 ആഴ്ചത്തെ മെഡിക്കൽ ടെസ്റ്റാണ്. അത് വിജയവാഡയിലായിരുന്നു എൻ്റെ ഡിവിഷൻ.
ഞാൻ ഓപ്റ്റ് ചെയ്തത് വിജയവാഡയാണ്. അവിടെ ചെന്നപ്പം ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. അപ്പോൾ ഈ യൂറിൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും മൂത്രം വരുന്നില്ല. അപ്പോൾ ഒരാൾ മൂത്രം ഒഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ 8 കുപ്പിയിലും ഒരാളുടെ മൂത്രം കൊടുത്തു. ഭാഗ്യത്തിന് അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കാരണം 8 പേരും പാസ്സായി. അങ്ങനെ ആദ്യത്തെ പോസ്റ്റിംഗ് വരുന്നത് മച്ചൂലിപ്പട്ടം ബ്രാഞ്ച് ലൈൻ പുറപ്പെടുന്ന, അതായത് ഗോദാവരിയുടെ കുറച്ചിപ്പുറത്ത് അവിടെയാണ് ആദ്യത്തെ പോസ്റ്റിംഗ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ജന്മി ഭരണം പോലെയാണ്. അതായത് അവിടെ നിന്ന് മച്ചൂലിപ്പട്ടത്തേക്ക് ഒരു ബ്രാഞ്ച് ലൈൻ പോകുന്നുണ്ട്. അവിടെ നിന്ന് നേരെ പോയാൽ ഗോദാവരി നദി, അത് കഴിഞ്ഞാൽ രാജമണ്ഡ്രി എന്ന പട്ടണം, പിന്നെ വിശാഖപട്ടണം വരെയാണ് നമ്മുടെ ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ വെച്ചാൽ ഈ നെടുന്തബോൾ എന്ന സ്ഥലത്താണ് ആദ്യം ജോലി ചെയ്യുന്നത്. നെടുന്തബോൾ, NIDABOL. അവിടുത്തെ ഒരു അനുഭവം പറയാം, ചെറുതായിട്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേഷൻ മാസ്റ്റർമാർ അല്ലെങ്കിൽ മലയാളികളായ ഉദ്യോഗസ്ഥരോട് വലിയ ബഹുമാനമാണ്. അപ്പോൾ പല അച്ഛന്മാരും അമ്മമാരും മലയാളി ഉദ്യോഗസ്ഥരെ കൊണ്ട് പെൺകുട്ടികളെ കെട്ടിക്കണമെന്ന് പറഞ്ഞൊരു പ്ലാനിലാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെന്നപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. അപ്പോൾ അവിടെ ഒരു വലിയൊരു റെഡ്ഡിയുടെ വീടിൻ്റെ മുകളിൽ താമസിക്കാൻ സൗകര്യം ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ കൂടെ സണ്ണി എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. അവനും ഞാനുമാണ് ഈ വീടിൻ്റെ മുകളിൽ താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു സവിശേഷത, ഒരു ദിവസം ഞാൻ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ ഒരു പാസഞ്ചർ സെക്കൻഡ് ക്ലാസ് ഉണ്ട്. അന്ന് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ്. പിന്നെ റെയിൽവേ ഇന്ത്യയെ ഉദ്ധരിക്കാൻ വേണ്ടി ആ തേർഡ് ക്ലാസ്സിൻ്റെ 3 വരയിൽ ഒരു വര മാച്ച് കളഞ്ഞു. അപ്പോൾ ഇന്ത്യക്കാർ മുഴുവൻ സെക്കൻഡ് ക്ലാസ്സായി. അങ്ങനെ അതിനു മുമ്പുള്ള സെക്കൻഡ് ക്ലാസ്സാണ്, കുഷ്യനൊക്കെ ഉണ്ട്. ആ സെക്കൻഡ് ക്ലാസ്സിൽ ഞാൻ നോക്കിയപ്പോൾ ഒരാൾ വന്നിറങ്ങി. അയാൾ ഒരു സാധാരണ മുണ്ടിങ്ങനെ താറ് കൊടുക്കുന്ന താറ് പാച്ചി കൊടുത്തിട്ട് പഞ്ച് കെട്ടുക എന്ന് പറയാം. പിന്നെ ഒരു തോർത്തുമുണ്ട് പോലെ സാധനം പുതച്ചിട്ടുണ്ട്, ഒരു കറുത്ത് മെലിഞ്ഞ മനുഷ്യൻ. അയാൾ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സെക്കൻഡ് ക്ലാസ്സിൽ നിന്ന് ഒരു 10-15 പേരും ഇറങ്ങി. അത് ഇയാളുടെ അനുയായികളാണ്. എന്നിട്ട് നേരെ ടിക്കറ്റൊന്നും കൊടുക്കാതെ പോകണം. അന്ന് ടിക്കറ്റ് കൊടുക്കണം, ടിക്കറ്റ് കളക്ട് ചെയ്യും. ഇപ്പം അതൊന്നും അങ്ങനെ ഇല്ല. കളക്ടർ ടിക്കറ്റിൻ്റെ കണക്കൊക്കെ വേണം. അപ്പോൾ ഈ ടിക്കറ്റ് കളക്ടർക്ക് ടിക്കറ്റ് കൊടുക്കാതെ പോകുമ്പോൾ ഞാൻ പോർട്ടറോട് പറഞ്ഞു അയാളോട് നിൽക്കാൻ പറയാമോ. അപ്പോൾ പോർട്ടർ ആകെ പരിങ്ങി. എന്താ സംഗതി ചോദിച്ചു. സാർ, അത് ഇവിടുത്തെ റെഡ്ഡിക്കാരുമാണ്, 50 ട്രാക്ടറും 10-15,000 ഏക്കർ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. മൂപ്പരെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കഴുത്തിൻ്റെ മുകളിൽ തല കാണില്ല എന്നുള്ളത് കുഴപ്പമുള്ളൂ എന്ന് പറയും. ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട, തല നമുക്ക് വേണമല്ലോ. അത് കാരണം ഇയാളെ വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ വന്ന് നമസ്കാരം അണ്ടി എന്ന് പറഞ്ഞു. അണ്ടി എന്ന് പറഞ്ഞാൽ ബഹുമാനമാണ് കേട്ടോ, അവിടെ നമ്മുടെ അണ്ടിയല്ല. നമസ്കാരം അണ്ടി. കൊത്ത മാഷ, കൊത്ത എന്ന് വെച്ചാൽ പുതിയെന്നർത്ഥം. പുതിയ മാഷാണോ, ബാഗുന്നാര, സുഖമായിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് പോയി. ഇത് കഴിഞ്ഞാണ് ഒരു രസമുണ്ടായത്. ഇത് കഴിഞ്ഞ് ഞാനവിടെ നല്ലൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്നു, വെജിറ്റേറിയൻ. അപ്പോൾ ഭക്ഷണം ഒരു കുറേ ചോറും നെയ്യും ഒക്കെ ഉണ്ട്. ഒരു വലിയ മാമ്പഴം മുറിച്ച് സൈഡിൽ വെച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ബില്ല് കൊടുത്തപ്പോൾ ബില്ല് വാങ്ങിക്കണ്ട, ബില്ല് തരണ്ടെന്നാണ് റെഡ്ഡിക്കാർ പറഞ്ഞേക്കണമെന്ന് തോന്നി. പൈസ വാങ്ങിച്ചില്ല. അത് സിനിമ കാണാൻ പോയി ക്യൂ നിൽക്കണു. ആ സമയത്ത് ഒരാൾ ഓടി വന്ന് പറയുന്നു റെഡ്ഡിക്കാർ വിളിക്കണ്ടെന്ന്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ബോക്സ്, അന്ന് തിയേറ്ററിൽ ബോക്സ് ഉണ്ട്, ആ ബോക്സിൽ കൊണ്ട് ഇരുത്തി. ടിക്കറ്റൊന്നും വാങ്ങിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇനി മേലെ ഇവിടെ ടിക്കറ്റ് വാങ്ങിക്കുന്ന പ്രശ്നമില്ല. എന്നിട്ട് ബോക്സിൽ കൊണ്ടിരുത്തി ഓരോ മണിക്കൂർ കഴിയുമ്പോൾ 1-ാം തരം ഡിക്കോഷൻ കാപ്പി ഒക്കെ കൊണ്ടുവന്നത്. ഇങ്ങനെ സിനിമ കണ്ടാണ് നമ്മൾ തെലുങ്ക് പഠിച്ചത്. ഇത്രയേ ഉള്ളൂ ആദ്യത്തെ കാര്യമാണ്. മൊത്തത്തിൽ മാഷവിടെ നല്ല കലക്കായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, മൊത്തത്തിൽ നല്ല കലക്കായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ കലക്കുക. പിന്നെ രണ്ടാമത്തെ ചോദ്യം, അത് TD പറഞ്ഞു തുടങ്ങിയിരുന്നു, റെയിൽവേ എങ്ങനെയാണ് എഴുത്തിനെ വളർത്തിയത് എന്നാണ്. TD കുറച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ TD കഴിഞ്ഞ മാഷിലേക്ക് വരും. ഈ റെയിൽവേ അങ്ങനെ സാഹിത്യത്തിൻ്റെ അത്ര സപ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനമൊന്നുമല്ല. നേരത്തെ ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ അതാണല്ലോ സൂചിപ്പിച്ചത്. ഇപ്പോൾ സ്വന്തം പേരിൽ എഴുതാൻ പോലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. റെയിൽവേ സ്പോർട്സിനൊക്കെ നന്നായിട്ട്
സപ്പോർട്ട് ചെയ്യും, എല്ലാ പിന്തുണയും കൊടുക്കും. പക്ഷേ സാഹിത്യം മറ്റ് കലാ പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് റെയിൽവേ പിന്തുണ കൊണ്ടൊന്നും എഴുത്ത് സംഭവിക്കില്ല. അപ്പോൾ റെയിൽവേയിലുള്ള സംവിധാനങ്ങളോട് കലഹിച്ചുകൊണ്ട് നമ്മൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് എഴുത്തെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സ്വന്തം പേരിൽ എഴുതണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അതിന് അപേക്ഷ കൊടുക്കുകയും അവസാനം എനിക്ക് പെർമിഷൻ തരികയൊക്കെ ചെയ്തിട്ടാണ് ഞാനങ്ങനെ എൻ്റെ പേരിൽ തന്നെ എഴുതാൻ തുടങ്ങി. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഇപ്പം എന്താണ് നമ്മൾ എഴുതി വരുന്നത് എന്നതിനെക്കുറിച്ച് നമ്മുടെ മേലധികാരികൾക്കൊക്കെ ഒരു സംശയങ്ങളുണ്ട് പോലും. ഇപ്പം എൻ്റെ ഈ ആൽഫ എന്നുള്ള നോവൽ ആദ്യത്തെ പുസ്തകം വന്ന് അതിൻ്റെ ഒരു റിവ്യൂ വന്നത് മലയാളം ഇന്ത്യ ടുഡേയിൽ കൊടുത്തിരുന്നു. റിവ്യൂ അല്ല, കുറച്ചൊരു എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ ചേർത്തൊരു 3-4 പേജ് വിശദമായിട്ടുള്ള. ഇത് അന്നത്തെ എൻ്റെ ബോസായിരുന്ന ഇതേപോലെ ഒരു തെലുങ്ക് ആളാണ്, IAS പോലെ റെയിൽവേയിൽ. അപ്പോൾ അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞു ഇങ്ങനെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം മാതൃഭൂമിയിലൊക്കെയാണ് വന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ വിഷയമായിട്ടുണ്ടാവില്ല. ഇന്ത്യ ടുഡേ എന്ന് പറഞ്ഞതോടുകൂടി ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു പ്യൂണിനെ അയച്ചത് വാങ്ങിക്കൊണ്ടുവന്നു. അപ്പം ഞാനിവിടെ ഡ്യൂട്ടിയിലുള്ള സമയം നമ്മളറിയുന്നില്ല, ഇത് വാങ്ങിക്കൊണ്ടുവന്ന് നോക്കുമ്പോൾ അതിൽ ഫോട്ടോ ഒക്കെ ഉണ്ട്, തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുമ്പോൾ നല്ല ഇന്ത്യ ടുഡേ ആണല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് എൻ്റെ അടുത്തേക്ക് ആൾ വന്ന് പറഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ സാർ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 12 മണിക്കാണ് എൻ്റെ ഡ്യൂട്ടി ബ്രേക്ക് ചെയ്ത് പോകും. എനിക്കിതൊന്നും അറിയില്ല എന്തിനാണ് വിളിച്ച്. ഞാൻ ചെന്നപ്പോൾ അതുവരെ പെരുമാറുന്നതെന്നൊക്കെ വളരെ മാറി, വളരെ ലോകത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ സീറ്റിൽ നിന്ന് എണീറ്റ് വന്ന് ഇപ്പുറത്തെ സെറ്റിയിലേക്ക് വന്ന് എന്നെ അവിടെ ഇരുത്തി കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞു, വളരെ വലിയ അഭിനന്ദനങ്ങൾ പറഞ്ഞിട്ട് പതുക്കെ ഈ ഇന്ത്യ ടുഡേ എടുത്ത് എൻ്റെ മുമ്പിലേക്ക്, ഇന്ത്യ ടുഡേയിൽ ഗ്രേറ്റ് ആർ. അപ്പം ഞാനെന്താ പറയുന്നത്, അത് ഗ്രേറ്റ് ആണെന്ന് ഞാനും സമ്മതിച്ചുണ്ട്. അപ്പം അടുത്ത പോയിൻ്റാണ് യു റീഡ് ഇറ്റ് ആൻഡ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ടു മീ. ഇത് അപ്പം എനിക്ക് ഇതിൽ ഒരു ചെറിയ കുടുക്കെന്തോ ഉണ്ടല്ലോ. അപ്പോൾ ഞാനത് വായിച്ച് വലിയ അപകടമില്ലാത്തൊരു ട്രാൻസ്ലേഷൻ, പക്ഷേ അത് പക്ക ട്രാൻസ്ലേഷൻ ആണെങ്കിലും പ്രത്യേകിച്ച് അപകടമുള്ള കാര്യമൊന്നും ഇല്ല. അപ്പോൾ ഇതെല്ലാം ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് ചോദ്യം എന്നോട് ചോദിച്ചു. ആ ചോദ്യമാണ് ഇപ്പോഴും ജീവിതത്തിൽ പറയുക. ഇതൊക്കെ ശരി, ഗ്രേറ്റ് തിങ്സ്, ഇതൊക്കെ നിങ്ങൾ ചെയ്തു, പക്ഷേ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനൊക്കെ സമയം കിട്ടുന്നത്? ഞാൻ നിങ്ങളെ ഒരുപാട് ജോലി പല കാര്യങ്ങളെ ഏൽപ്പിക്കുന്നുണ്ടല്ലോ, ഇതിനൊക്കെ എങ്ങനെ നിങ്ങൾക്ക് സമയം കിട്ടുന്നു? അപ്പോൾ ഞാൻ ആ ചോദ്യമാസത്തിൽ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു വെച്ചാൽ, സാറ് നിങ്ങൾ വന്നതിന് ശേഷം ഞാനൊന്നും എഴുതിയിട്ടില്ല, ഇതെല്ലാം അതിന് മുമ്പ് സംഭവിച്ചു. അത്രയും എന്നെ പല ഉത്തരവാദിത്തങ്ങൾ എന്നെ ഏൽപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് യാതൊന്നും എഴുതാൻ യെസ് ഐ നോ ഇറ്റ്, അവർ ഡ്യൂട്ടി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതാണ് റെയിൽവേയിലെ എഴുതാനുള്ള സൗകര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പിന്നെ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കുറേ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ ചെയ്തിരുന്ന സമയമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ചിലതൊക്കെ ഇവർ ഓരോരുത്തർ കണ്ട് ചിലത് നന്നായി എന്നൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യും. എങ്കിലും പൊതുവേ റെയിൽവേ തീരെ അതിനെ പിന്തുണയ്ക്കുന്നതാണ്. അതിനോട് ചേർത്ത് പറയാനുള്ളൊരു ആദ്യമായിട്ടൊരു വിദേശത്തേക്ക് എന്നെ അവിടുന്ന് ഒരു അവാർഡ് തരണമെന്ന് പറഞ്ഞ് 2010 ക്ഷണിച്ചപ്പോൾ, ഇപ്പം ഞാൻ വിദേശത്ത് പോകണമെങ്കിൽ പെർമിഷൻ വേണമെങ്കിൽ ലെറ്റർ മദ്രാസ് പോയിട്ട് അവിടുത്തെ 7 ഓഫീസർമാർ ഒപ്പിട്ടാലേ നമുക്ക് വിദേശത്ത് പോകാനുള്ള പെർമിഷൻ കിട്ടുള്ളൂ. ഇത് അവസാന നിമിഷം എൻ്റെ ഇവിടെയുള്ള ആൾ അവിടെ നിന്നെല്ലാം ക്ലിയർ ചെയ്ത് വന്നു. പക്ഷെ നേരെ മുകളിലുള്ള ആൾ പിടിച്ച് വെച്ചിട്ട് പോകുന്നതിൻ്റെ തലേ ദിവസം വന്ന് കാണുമെന്ന് പറഞ്ഞു. അപ്പം ചെന്ന് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ച് ഇദ്ദേഹം എന്നെ അഭിനന്ദിക്കാനായിട്ട് വിളിക്കുകയാണെന്ന് വിചാരിച്ച് ഞാൻ വളരെ സന്തോഷമായിട്ട് ചെന്നപ്പോൾ പറയണു, ഇത് നിങ്ങൾ വളരെ സൂക്ഷിക്കണം, ഇത്തരത്തിലുള്ള ഇൻവിറ്റേഷൻസ് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. കെണിയാണ്, അവർക്ക് വലിയ ദുരുദ്ദേശങ്ങളുണ്ടാവും അതിൻ്റെ പുറകിൽ. എനിക്കിതുപോലെ നിറയെ ഇൻവിറ്റേഷനൊക്കെ കിട്ടാൻ ഐ നെവർ യൂസ് ടു ആക്സെപ്റ്റ്. അവർക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഇൻവിറ്റേഷൻ്റെ കോപ്പിയൊക്കെ ഇമെയിൽ കോപ്പിയൊക്കെ അതിൽ വെച്ചിട്ടുള്ള ഫയലാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പറഞ്ഞ് ഇമെയിൽസ് ക്യാൻ ഈസിലി ബി മാനിപ്പുലേറ്റഡ്, നിങ്ങളൊരു കാര്യം ചെയ്യും, അവരോട് ഫാക്സ് അയക്കാൻ പറയും. 2 ദിവസമേ ഉള്ളൂ, ഈ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം പോകണം നമുക്ക്. അവരോട് ഫാക്സ് അയക്കാൻ പറയും. ആ ഫാക്സിൽ ഒരു കാര്യം ചെയ്യണം, അവർക്ക് റെയിൽവേ ആയിട്ട് പ്രത്യേകിച്ച് ബിസിനസ്സൊന്നും ഇല്ലയെന്ന് ഒരു ഇതും കൂടെ എഴുതണം. അപ്പം ഞാൻ ഇത്രയും നാണം കിട്ടൊരു കാര്യം നമ്മളെ ക്ഷണിച്ചവരോട് പറയേണ്ടത് ആലോചിച്ച് ഞാൻ പുറത്തിറങ്ങി എന്ന് വൃത്തിയില്ലല്ലോ. അവരെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ മേലധികാരി പറയുന്നത്, നിങ്ങളിങ്ങനെ ഒരു ഫാക്സ് അയക്കണം ഈ നമ്പറിലേക്ക്, ഇതാണ് കാര്യം.
അപ്പോൾ അവിടുന്ന് ഈ ക്ഷണിച്ചവർ ചോദിക്കുന്നതാണേലും തമാശ, ഞങ്ങൾക്ക് റെയിൽവേ ആയിട്ട് ആകെ ഒറ്റ ബിസിനസ്സേ ഉള്ളൂ, ഇപ്പോൾ നാട്ടിൽ വരുമ്പോൾ വല്ലപ്പോഴും തീവണ്ടിയിൽ യാത്ര ചെയ്യുക, അത് ചെയ്യില്ലാതെ എഴുതി കൊടുക്കും. ഞങ്ങൾ തീവണ്ടിയിൽ യാത്ര ചെയ്യില്ലാന്ന്. ഒരു കാര്യം ചെയ്തു, എന്താണ് ഞങ്ങൾ എഴുതേണ്ടതെന്ന് നിങ്ങൾ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് അയച്ചു തന്നാൽ അതങ്ങേർക്ക് ഫാക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ തന്നെ എഴുതി തയ്യാറാക്കി ഇവർക്ക് അയച്ചു കൊടുത്തു. അത് ഫാക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഇദ്ദേഹം എന്നെ ഒന്നും കൂടെ ഫാക്സ് കിട്ടിയപ്പോൾ വിളിച്ചിട്ട് ഒരു കാശ്മീരുകാരനാണ്, ജമ്മു കാശ്മീരല്ല ജമ്മുവിലുള്ള ആളാണ്. ഇത് അങ്ങനെയൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞ്, ഓക്കെ ദിസ് ടൈം യു ഗോ, ഇനി മേലിത് ആവർത്തിക്കരുത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു കൊല്ലം കൂടി സർവീസ് ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ട്രാൻസ്ഫറായിട്ട് പോയി. നമ്മൾ പിന്നെയും കുറച്ച് കാലം കൂടി. ഇതൊക്കെയാണ് റെയിൽവേയിലെ സൗകര്യങ്ങൾ. എന്ന് ഞാൻ മാഷോട് ചോദിച്ചത് അതായിരുന്നു. പക്ഷേ ഇനി എങ്ങനെയായിരുന്നു മാഷുടെ ഒരു അവിടുത്തെ ജീവിതമൊക്കെ എഴുത്തിന്? അതായത് പച്ചവിളക്കിലെ കഥകൾ നന്നായി വായിച്ചിട്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. റെയിൽവേ പോർട്ടറുടെ ഭാര്യയ്ക്ക് പ്രസവത്തിന് ബ്ലഡ് കൊടുക്കേണ്ടതും പിന്നെ ഇംഗ്ലീഷിലുള്ള കത്ത് വായിച്ചു കൊടുക്കേണ്ടതും എല്ലാം മാസ്റ്ററുടെ ജോലിയായിരുന്ന ഒരു കാലത്തും ഒരു സ്ഥലത്തുമാണ് മാഷുണ്ടായിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് പച്ചവിളക്കിലെ കഥകൾ അത് തന്നെയാണ് പറയുന്നത്, പക്ഷേ എല്ലാവരും എല്ലാം വായിച്ചിട്ടുണ്ടാവില്ലല്ലോ. മാഷ് തന്നെ ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇങ്ങനെ ഒരു അന്തർദേശീയ സാഹിത്യോത്സവത്തിൽ റെയിൽവേ തീവണ്ടി ഒരു വിഷയമാക്കി ഒരു സെഷൻ അനുവദിച്ചതിനും അത് ചെയ്തതിനും സച്ചിദാനന്ദം നമ്മുടെ പ്രിയ കവിയോടും ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത ആളുകളോടും രാജനോടും ഒക്കെ നന്ദി പറയുന്നു, സന്തോഷം രേഖപ്പെടുത്തുന്നു. കാരണം മട്ടന്നൂർ ശങ്കരൻകുട്ടി പറഞ്ഞത് ഇനിയും താളവാദ്യവും കൂടി ഒന്ന് വെക്കണമെന്നാണ് മൂപ്പര് പറഞ്ഞത്. പക്ഷെ റെയിൽവേ എന്ന് വെച്ചാൽ അതെ, നമ്മുടെ സാഹിത്യം നമ്മുടെ സമൂഹം എന്നൊരു 4 വോളിയം ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിരുന്ന കാലത്ത് എന്ന് MT ആയിരുന്ന പ്രസിഡൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിലൊരു ലേഖനമുണ്ട്, സർക്കസ്, റെയിൽവേ തുടങ്ങിയ സവിശേഷ മേഖലകളും സാഹിത്യവും. വി രമേശ് ചന്ദ്രൻ, അദ്ദേഹം ഇപ്പോൾ ഇല്ല. അപ്പോൾ 1860 കേരളത്തിലേക്ക് ആദ്യത്തെ തീവണ്ടി പോത്തന്നൂരിൽ നിന്ന് വരുന്നത്. പോത്തന്നൂർ പട്ടാമ്പിയാണ് ലൈൻ. 1860. ലോകത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടുന്നത് 1804 മലയാളത്തിൽ ഇന്ദുലേഖയിലാണ് ആദ്യം തീവണ്ടിയെക്കുറിച്ചുള്ള പരാമർശം. എൻ്റെ ഭാഗ്യത്തിനോ ദൗർഭാഗ്യത്തിനോ മലയാളത്തിൽ ആദ്യമായിട്ടുള്ള ചെറുകഥ തീവണ്ടിയെ പരാമർശിച്ചിട്ടുള്ള ഞാനാണ് എഴുതിയത്. അത് 1969 നിഴൽ യുദ്ധം എന്ന കഥ. അപ്പം മിനി ചോദിച്ച കാര്യങ്ങൾ പറയാം. എന്തിനെക്കുറിച്ച് ചോദിച്ചാൽ വർക്കിംഗ് കണ്ടീഷൻ. അതായത് ഞാൻ ഈ ആദ്യം ഓപ്റ്റ് ചെയ്തത് വിജയവാഡ ഡിവിഷൻ ആയതുകൊണ്ട് വളരെ ദൂരേക്കാണ് എനിക്ക് ജോലി ചെയ്യേണ്ടി വന്നത്. കാക്കിനാട വരെയുള്ള പ്രദേശങ്ങളാണ് ജോലി ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ടൊരു ഗുണമുണ്ടായത് തെലുങ്ക് പഠിച്ചു, നാടൻ തെലുങ്ക് പഠിച്ചു. പിന്നെ തമിഴ്നാട്ടിലേക്ക് വന്നപ്പം അതുപോലെ തന്നെ നാടൻ എന്ന് പറയാൻ കാരണം നമ്മൾ ചെറിയ സ്റ്റേഷനിലാണ് കൂടുതൽ ജോലി ചെയ്യുന്നത്. വലിയ സ്റ്റേഷനുകളിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തീവണ്ടിയുടെ ഉള്ളിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ് ഷിനിലാൽ. രാമകൃഷ്ണൻ തീവണ്ടിയുടെ ഉള്ളിലും പുറത്തും ജോലി ചെയ്തിട്ടുണ്ട്. ഓഫീസിൽ ജോലി ചെയ്ത് കൺട്രോളർ, ചീഫ് കൺട്രോളർ എന്നുള്ള നിലയിൽ. ഞാൻ എപ്പോഴും തീവണ്ടിയുടെ പുറത്തായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെറിയ സ്റ്റേഷനുകളിലാണ് ഓപ്റ്റ് ചെയ്ത് നമ്മൾ പോകാറുള്ളത്. അതിൻ്റെ കാരണം വലിയ സ്റ്റേഷനുകളിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ വരും. ഞാൻ മദ്രാസ് സെൻട്രൽ, വിജയവാഡ അങ്ങനെയുള്ള വലിയ സ്റ്റേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കൈക്കൂലി പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ ഉള്ള മാർഗം ഈ ഓണംകേറാമൂലയിലെ കുഞ്ഞു സ്റ്റേഷനിലേക്ക് പോവുകയാണ്. കാരണം ആരും അങ്ങോട്ട് പോകില്ല. അതുകൊണ്ട് നമ്മൾ അത് ആവശ്യപ്പെട്ട അപ്പം തന്നെ നമുക്ക് ട്രാൻസ്ഫർ തരും. അപ്പോൾ ചെറിയ സ്റ്റേഷനുകളിൽ ചെല്ലുമ്പോൾ ഒരു പ്രത്യേകത ഉള്ളത്, അവിടെ സ്റ്റേഷൻ മാസ്റ്റർ റൂം ഒഴിച്ച് പിന്നെ ഒരു സ്റ്റോർ റൂമാണുള്ളത്. പിന്നെ ഓപ്പൺ ആയിട്ടുള്ള മുകളിൽ മേൽക്കൂര മാത്രമുള്ള വെയിറ്റിംഗ് റൂമാണ്. അപ്പം നമുക്ക് രാത്രി ഡ്യൂട്ടി, വൈകുന്നേരത്തെ ഡ്യൂട്ടി രാത്രി തീരുന്നത് 8 മണിക്കാണ്. അത് കഴിഞ്ഞ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. റിലീവിങ് ഡ്യൂട്ടിയാണ്. റിലീവിങ് ഡ്യൂട്ടി എന്ന് വെച്ചാൽ അതൊന്നും മറ്റു സ്ഥലങ്ങളിൽ ഇല്ലാത്ത ഡ്യൂട്ടികളാണ്. വളരെ സവിശേഷതയുള്ള ഡ്യൂട്ടിയാണ് റെയിൽവേയിലെ. അപ്പോൾ പോകാൻ പറ്റാതെ വരുമ്പോൾ അവിടെ കിടക്കേണ്ടി വരും. അവിടെ കിടക്കേണ്ടി വരുമ്പോൾ ഞാൻ ഈ കാവന്നൂർ എന്ന സ്റ്റേഷനിൽ അവിടുത്തെ സ്റ്റോർ റൂമിൽ കിടക്കുകയാണ്. അപ്പോൾ നല്ല മണ്ണെണ്ണയുടെ മണം ഉണ്ടാവും. കാരണം 2 വീപ്പം മണ്ണെണ്ണ അവിടെ വെച്ചിട്ടുണ്ടാവും. അന്ന് ഈ സിഗ്നൽ വിളക്കെല്ലാം മണ്ണെണ്ണയാണ്. അപ്പോൾ രാത്രി ആയപ്പോൾ ഉണ്ടോ നെഞ്ചത്തെന്തോ ഒരു കനം. അപ്പോൾ ടോർച്ചെടുത്ത് അടിച്ചു നോക്കിയപ്പോൾ 2 എലികൾ പ്രണയനാടകം നടത്തുകയാണ് എൻ്റെ നെഞ്ചത്ത്.
അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് നമ്മുടെ ആ കോസടിയൊക്കെ എടുത്തിട്ട് പുറത്ത് പോയിട്ട്, പുറത്ത് ധാരാളം സിമൻറ്റ് ബെഞ്ചുകളുണ്ട്, നല്ല വേപ്പ് മരത്തിൻ്റെ ഇതുകൊണ്ട്, രാത്രി നിലാവ് വേപ്പ് മരത്തിൻ്റെ നിഴൽ ഈ പറയുന്ന സിമൻറ്റ് ബെഞ്ച് കിടക്കുക. അപ്പോൾ രാത്രി 4 മണിക്കും മറ്റും ജോലിക്ക് പോകേണ്ട കരിമ്പ് കൃഷിക്കാർ, തൊഴിലാളികൾ, കൂർക്ക പറിക്കാൻ പോകുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെ മറ്റ് ബെഞ്ചുകളിൽ കിടക്കുന്നുണ്ടാവും. ഇവർക്ക് രാത്രി 4 മണിക്കുള്ള ട്രെയിനൊക്കെ പോകേണ്ടത്. അപ്പോൾ ചില കഥകൾ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ 10ാമത്തെ ബെഞ്ചിൽ കിടക്കുന്ന ആൾ, തമിഴൻ, 1ാമത്തെ ബെഞ്ചിൽ കിടക്കുന്ന ആളോട് അവിടെ നിന്ന് വിളിച്ചു ചോദിക്കും, എന്നാപ്പാ നീ അന്ത മൂക്കുത്തി വാങ്ങി കൊടുത്താച്ചാ? അപ്പോൾ നീ ആ മൂക്കുത്തി വാങ്ങിച്ചു കൊടുത്തോന്നാണ് ചോദിക്കണേ. രഹസ്യമൊന്നുമില്ല, എല്ലാം ഉറക്കെയാണ് വർത്തമാനം. അപ്പോൾ ഇതിൽ നിന്ന് ഇതിപ്പോൾ എൻ്റെ ഒരു കഥയിലെ ഡയലോഗാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതിൽ നിന്ന് നമ്മൾ കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ചതികൾ നടക്കുന്നുണ്ട്. അതായത് ഈ വെല്ലൂർ, ഈ കരിമ്പ് കൃഷിക്കാർ കൃഷി ചെയ്യുന്ന കാലത്ത് വെല്ലൂരുള്ള വെല്ലമണ്ടിക്കാരെന്ന് വെച്ചാൽ നമ്മൾ അവിടുത്തെ വെള്ളം കണ്ടിട്ടില്ല, ആനപ്പിണ്ടം പോലെ വലിയ ഇതാണ്. അവർ വലിയ ഹോൾസെയിൽ കട നടത്തുന്നവർക്ക് ഇവർക്ക് കടം കൊടുക്കും, ഏത് കൃഷി ചെയ്യുമ്പം. അപ്പോൾ ഉള്ള കണ്ടീഷൻ, ആ കരിമ്പ് വലുതായി കരിമ്പ് ആട്ടി വെല്ലമാക്കി കഴിയുമ്പോൾ അവർക്ക് തന്നെ വിൽക്കണം എന്നുള്ളതാണ്. അവർ കൊടുക്കുന്ന വില വാങ്ങിച്ചോണം. ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ തന്നെയുണ്ട്. ഇങ്ങനെ വളത്തൂർ എന്ന സ്റ്റേഷനാണത്, ഇവർക്കൊക്കെ അറിയാമായിരിക്കും സ്റ്റേഷനുകൾ. അപ്പോൾ ഒരു ദിവസം ഒരാൾ വന്ന് എന്നോട് പറയാണ്, അണ്ണ വെള്ളം കൊടുക്കാൻ വേണ്ടി വെല്ലൂർക്ക് പോയി, തിരുമ്പി വരല്ലേ എന്ന് പറയും. തിരിച്ചു വന്നില്ല. അപ്പോൾ ഞാൻ നമ്മുടെ സുഹൃത്തുക്കൾ വഴി വെല്ലൂർ അന്വേഷിച്ചു. വെല്ലൂർ റെയിൽവേ സ്റ്റേഷൻ നമുക്കില്ല, നമുക്ക് കാട്ട്പാടിയാണ് റെയിൽവേ സ്റ്റേഷൻ. അത് അതിനടുത്ത് താമസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇയാളൊരു ഷെഡിൽ തൂങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്, ഈ പുള്ളി. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കൊടുക്കേണ്ട മുതലാളിക്ക് കൊടുത്തില്ല. കൂടുതൽ വില കിട്ടുന്ന മറ്റൊരു സ്ഥലത്ത് ഇയാൾ ഈ വെള്ളം കൊടുത്തു. അതിൻ്റെ ഫലമാണ് അയാളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി. നിസ്സാരമായിട്ട് ആ കേസ് പോകും, തൂങ്ങി മരിച്ചാൽ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുള്ളൂ. അപ്പോൾ ഇയാൾ എന്നോട് പറയുകയാണ്, ഇയാളുടെ പേര് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, മാണിക്യം എന്നാണ്. ആ പേര് തന്നെ ഞാൻ കഥയിൽ എഴുതിയിട്ടുണ്ട്. അക്കത്തിൽ എഴുതിയാൽ എന്നാണ് ആ കഥയുടെ പേര്. അപ്പോൾ ഇയാൾ അനിയൻ എന്നോട് വന്ന് പറയുകയാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇയാളുടെ ഭാര്യ വന്ന് അന്വേഷിക്കുന്നുണ്ട് 1-2 തവണ. അപ്പോൾ ഈ അനിയൻ പറയുകയാണ്, ഞാൻ അവിടെ പോയി ആ മുതലാളിമാരായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 60,000 രൂപ തരാമെന്ന് പറഞ്ഞു. അല്ല, 40,000 രൂപ തരാമെന്ന്. 40 അല്ലേ? ഇത് ശരിക്കും നടന്നതാണ്. അപ്പം ഞാൻ വിട്ടുകൊടുത്തില്ല സാർ. അങ്ങനെ ഏമാത്താൻ പറ്റുമോ നമ്മളെ? 60,000 രൂപ ആണെന്നത് ചേട്ടൻ്റെ ജീവനുള്ള വിലയെ പറയുന്നത്. അപ്പോൾ 40,000 രൂപ എന്ന് പറഞ്ഞപ്പം 60,000 രൂപ, 60,000 രൂപയോ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറയാണ്, ഇയാൾ അളിയൻ, എൻ തങ്കച്ചിയുടെ കുങ്കുമം താൻ നീങ്ക അഴിച്ചിട്ടീങ്ക. എൻ്റെ അനിയത്തിയുടെ കുങ്കുമമാണ് നിങ്ങൾ മാച്ചു കളഞ്ഞത്, അതിൻ്റെ വിലയാണ് ഞാൻ ചോദിക്കണത്. 2.5 രൂപ കൊടുത്താൽ വെല്ലൂർ മാർക്കറ്റിൽ കിട്ടും എന്നാണ് മുതലാളിയുടെ മറുപടി. വെല്ലൂർ മാർക്കറ്റ് കിട്ടും, 2.5 രൂപ ചോട്ടിൻ കുങ്കുമം കിട്ടും. പക്ഷേ അവർ തന്നു 60,000 രൂപ. അങ്ങനെ വിജയശ്രീലാളിതനായിട്ടാണ് ഈ അളിയൻ പോകുന്നത്. ഇത് വേദനാജനകമായ അനുഭവം. പിന്നെ സമയം പോലെ നമുക്ക് പറയാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് ഈ കഥയുടെ പേര് അക്കത്തിൽ എഴുതിയാൽ എന്നാണ്. ഹലോ, ആദ്യമായി ഈ 2 മനുഷ്യരുടെ ഒപ്പം ഇരിക്കുന്നതിനുള്ള നന്ദി ഞാൻ പറയുകയാണ്. കാര്യം കൃത്യമായി നോക്കി ഞാൻ ഇപ്പോൾ ഇവിടെ നിരീക്ഷിച്ചതാണ്. 20 വർഷം ഗ്യാപ്പിലാണ് വൈശാഖ് മാഷും TDയും ഞാനും റെയിൽവേക്കകത്ത് വന്ന് കയറുന്നത്. 60-കൾ 80-കൾ 2000. അപ്പം കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ ആ ജനറേഷൻ്റെ കണക്കൊക്കെ വെച്ച് കറക്റ്റ് കണക്ക് ശരിയാവും. 20 വർഷം. പിന്നെ എനിക്ക് വൈശാഖ് മാഷ് സംസാരിച്ച് വന്നപ്പം എനിക്കൊരു രസം തോന്നിയതാണ്. അതേപോലെ ആ ഗോദാവരി റീജിയനിലോ ആ ആന്ധ്രാപ്രദേശത്ത് നിന്നിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ആന്ധ്രാപ്രദേശ് വിഭജിച്ച് തെലങ്കാനയെ ആന്ധ്രയായി. ഒരു പക്ഷേ ഒരു സാധ്യതയാണ് ഞാൻ പറയുന്നത്, ആന്ധ്രയുടെ മുഖ്യമന്ത്രിയൊക്കെ ആയിരിക്കേണ്ടി വരുന്ന ഒരാളാണ് വൈശാഖ മാഷ്. ഗാരു എന്നൊക്കെ പറഞ്ഞിട്ട്
അവിടെ ഇരിക്കേണ്ട ആളായിരുന്നു. ഗോപിനാഥൻ അതെ അതെ. അതുപോലെ ടി ഡി പറഞ്ഞൊരു കാര്യം, ടി ഡിയുടെ അനുഭവം പറഞ്ഞു. ഇപ്പം വിദേശത്ത് പോകുന്ന സംബന്ധിച്ചും ഈ ഇതൊക്കെ സംബന്ധിച്ച്, എഴുത്ത് സംബന്ധിച്ച്. ഇപ്പോൾ എനിക്ക് മുൻഗാമികളുള്ളതുകൊണ്ട് എനിക്കിത് വളരെ എളുപ്പമാണ്. കാരണം ഞാനൊരു അപേക്ഷ കൊടുത്തു. കുറച്ച് സഹൃദയരായ മനുഷ്യരാണ് റെയിൽവേയിൽ ഇപ്പോൾ ഉള്ളത്. അവർ പെട്ടെന്ന് തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഒപ്പിട്ട് തന്നു. പക്ഷേ വിദേശത്ത് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഭയങ്കര രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, എനിക്ക് പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ചെറിയ പ്രശ്നമുണ്ട്. എനിക്കൊരു കേസുണ്ട് കൂടെ. അങ്ങനെ അത് കാരണം പാസ്പോർട്ട് പുതുക്കാൻ പറ്റാതിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിനെല്ലാം അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് ഇപ്പം പഴയ പോലെ വിജിലൻസ് ക്ലിയറൻസിനൊക്കെ പോകണം ചെന്നൈയിൽ. പണ്ട് 1 മാസം 2 മാസം കൂടി, ഇപ്പോൾ അത്രയൊന്നുമില്ല, എല്ലാം ഓൺലൈനായിട്ട് വരും. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓഫീസർ ചെയ്തതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം റീജിയണൽ പാസ്പോർട്ട് ഓഫീസറെ വിളിച്ച് പറഞ്ഞിട്ട് ഷിനിലാലിന് പെട്ടെന്ന് പാസ്പോർട്ട് കൊടുക്കാൻ ഇന്ന ആളാണ് സംഭവമാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് എന്നെക്കാൾ വലിയ ആവശ്യം അദ്ദേഹത്തിനായി മാറി. ഇപ്പോഴും എനിക്ക് പാസ്പോർട്ട് ആയിട്ടില്ലാണ് ഒരു കേസ് കാരണം. പക്ഷേ പുള്ളി നിരന്തരം എന്നെ വിളിക്കുകയും കാണുമ്പോഴൊക്കെ ചോദിക്കും, ഷിനിലാൽ എന്തായി പാസ്പോർട്ട് ഓഫീസർ തന്നപ്പോൾ പാസ്പോർട്ട് ഓഫീസറുടെയും ഒരു ആവശ്യമായി മാറി. അത്രയ്ക്ക് പുള്ളി അവരെയും വിളിച്ചുകൊണ്ടിരിക്കും. അവസാനം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഓഫീസറെ കാണുമ്പോൾ ഒളിച്ച് നടക്കും. കാര്യം പുള്ളി ഒന്ന് ചോദിക്കും എന്തായി. അങ്ങനത്തെ ഒരു സപ്പോർട്ടീവ് മെൻറ്റാലിറ്റി ഉള്ളവരാണ് ഇപ്പോൾ നിലവിൽ ഓഫീസർമാർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ജോയിൻ ചെയ്യുന്നത് ഹൂബ്ലി ഡിവിഷനിലെ ഈ പറഞ്ഞ ഗോർപുരി എന്ന് പറഞ്ഞ പൂനെയുടെ ഔട്ടർ ഭാഗത്തുള്ള ഒരു സ്റ്റേഷനിലാണ്. അതൊരു ഈ പറഞ്ഞ പോലെ ചെറിയ സ്റ്റേഷനാണെങ്കിലും വലിയ റെയിൽവേ ഏരിയയാണ്. നമ്മുടെ ഈ പോത്തന്നൂരെന്നോ ഷൊർണൂരെന്നോ പറയുന്ന പോലെ റെയിൽവേ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടുത്തെ ഈ പഴയ പുരാതനമായ ക്വാർട്ടേഴ്സുകളും അതിനകത്ത് നിന്ന് കയറി താമസിക്കും. ഇപ്പോഴും നിങ്ങൾക്ക് ഷൊർണൂരൊക്കെ പോയി കാണാൻ പറ്റും. വലിയ ഭയങ്കര ബംഗ്ലാവ് പോലുള്ള ക്വാർട്ടേഴ്സുകളാണ് മനുഷ്യന് അന്നത്തെ ടൈപ്പ് 3 എന്നൊക്കെ പറഞ്ഞ ക്വാർട്ടേഴ്സുകൾ. അവിടെ പോയി ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ താമസിക്കാൻ പറ്റില്ല. കാരണം കുറേ റൂമുകളും ഭയങ്കര ഭണ്ഡകശാല പോലുള്ള സംവിധാനങ്ങളൊക്കെയാണ്. അങ്ങനത്തെ ഒരു ക്വാർട്ടേഴ്സിൽ ഞങ്ങൾ ബാച്ചിലേഴ്സ് എല്ലാം കൂടെ ഇതിനകത്തൊരു ബാച്ചിലർ ലൈഫുണ്ട് റെയിൽവേക്കകത്ത്. അത് സ്റ്റേഷൻ മാസ്റ്റർ ആയാലും ഗാർഡായാലും TT ആയാലും അതിനകത്ത് തികച്ചും ബാച്ചിലറായ ഒരു ജീവിതം നയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം കൂടുതൽ സമയം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു തരം പണിയാണ് റെയിൽവേക്കകത്തുള്ളത്. അപ്പോൾ ഞങ്ങളൊരു 10-30 പേര് ഒരു റൂമിനകത്ത് കയറി. അപ്പോൾ അത് പിന്നെ വരുന്ന ഒരു വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കോളേജിൽ ജീവിച്ചതിനേക്കാളും പഠിത്തകാലത്ത് ജീവിച്ചേക്കാളും ഭയങ്കര എൻജോയ്മെൻ്റുള്ള ജീവിതമാണ്. അവിടെ നിന്നിട്ട് സ്വന്തമായിട്ട് അപ്പോഴേക്കാണ് പാചകം ചെയ്തൊക്കെ തുടങ്ങുന്നത്. അപ്പം പാചകം ചെയ്യാനൊന്നും അറിഞ്ഞുകൂടാ. അപ്പം പ്രഷർ കുക്കറിനകത്ത് അരി വെച്ച് അത് കുഴമ്പായിട്ടെടുക്കും. പിന്നെ രണ്ടാമത് വെക്കാനൊരു സാധ്യത ഇല്ലാത്തതുകൊണ്ട് അത് തന്നെ തിന്നും. ഇത് കഴിഞ്ഞിട്ട് സോപ്പ്, സത്യം പറയാൻ തുണി കഴുകാൻ അറിഞ്ഞൂടാണ്. തുണി കഴുകാൻ ഇടത്ത് ഞാൻ വിം ബാർ വാങ്ങിച്ചിട്ട് കടയിൽ ചെന്നിട്ട് ഏത് സോപ്പ് ഉപയോഗിച്ചാണ് തുണി കഴുകുന്നത് അറിയില്ല. അങ്ങനെ പാത്രം കഴുകുന്ന സാധനം വാങ്ങിയിട്ട് തുണി കഴുകിയ ചരിത്രമുണ്ട്. ഇങ്ങനെ പിന്നെ ക്രമേണ ഇതെല്ലാം പഠിച്ചു. പാചകം പഠിച്ചു, ഈ പറഞ്ഞ സകല ജോലിയും പഠിച്ചു. ഇപ്പം ലോകത്ത് ഏത് മോശപ്പെട്ട സാഹചര്യത്തിൽ കൊണ്ടിട്ടാലും നമ്മൾ സർവൈവ് ആവും. നമുക്ക് ഒരു വേണ്ട. ഇനി 1 ലക്ഷം കൊതു വന്ന് പുറത്ത് കടിച്ചാലും നമ്മൾ അറിയില്ല. ഏത് ലൈറ്റിലും ഏത് മറ്റേ പ്രകാശത്തിലും വെടി പൊട്ടിക്കൊണ്ടിരുന്നാലും ഉറങ്ങും. ഇങ്ങനത്തെ ഒരുപക്ഷെ ലോകത്ത് പട്ടാളക്കാരെക്കാൾ പോലും സർവൈവ് ചെയ്യാൻ ശേഷിയുള്ള മനുഷ്യരാണ് റെയിൽവേക്ക്. ഇതൊക്കെ ഈ പറഞ്ഞ അനുഭവത്തിൽ നിന്നുണ്ട്. ആദ്യം പേടിച്ചു പോകും. ആദ്യം ഇപ്പം ലോക്കോ പൈലറ്റോ ഗാർഡോ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ രാത്രി 1 മണിക്കായിരിക്കും 1:15 ഡ്യൂട്ടി തുടങ്ങുന്നത്. ആ ഡ്യൂട്ടി തീരുന്നത് ഉച്ചയ്ക്ക് 12:15. പിന്നെ കിടന്നുറങ്ങും. അടുത്ത ദിവസം രാവിലെ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പം നമ്മൾ അതുവരെയുള്ള നമ്മളെ 8 മണിക്കൂർ ജോലി, വിശ്രമം, സംവിധാനം എല്ലാം ആ റെയിൽവേയുടെ അകത്ത് കാലെടുത്ത് വയ്ക്കണ സമയം തീർന്നു. പിന്നെ നമ്മൾ മനുഷ്യവിരുദ്ധമായ പ്രകൃതി വിരുദ്ധമായ ഒരു ജീവിതമായിരിക്കും. അതുപോലെ തന്നെ ഈ റണ്ണിങ് ഓട്ടത്തിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ മഴക്കാലത്തായിരിക്കും നമ്മളെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. മഴയുള്ള പ്രദേശത്ത് ചെന്ന് തീരുന്നത് ഒരു കൊടും വെയിലുള്ളിടത്തോ ഭയങ്കര മഞ്ഞുള്ളിടത്തോ ആയിരിക്കും. ഹൂബ്ലി ഈ പറഞ്ഞ ഹൂബ്ലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡ്യൂട്ടി തുടങ്ങിയാൽ ചെന്ന് അവസാനിക്കുന്നത് കാസിൽ റോക്ക്. നിങ്ങൾക്ക് വെസ്റ്റേൺ ഗട്ട്സിൻ്റെ പ്രധാന ഒരു ഭാഗമാണ് ഗോവയിലോട്ട് ഇറങ്ങി പോകുന്നത്. കാസിൽ റോക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു 5-10 ഡിഗ്രി തണുപ്പുള്ള സ്ഥലമായിരിക്കും. ഇങ്ങനെ പലതരം സംവിധാനങ്ങളിൽ സർവൈവറാണ് നമ്മളൊക്കെ. സർവൈവലാണ് ഹൈറാർക്കിയോട് ഏറ്റുമുട്ടിക്കൊണ്ടുള്ള സർവൈവൽ എന്ന് പറയാമെന്ന് തോന്നുന്നു അല്ലേ? ആ ഹൈറാർക്കി ഏറ്റവും നന്നായി അവതരിപ്പിച്ചത് മാഷ് തന്നെയാണ്. അടുത്ത് എനിക്ക് ഇനി സംസാരിക്കാനുള്ള വിഷയം, ഈ റെയിൽവേയിൽ മോഷണം എന്നൊന്നുണ്ട് എന്നുള്ളത് പറഞ്ഞ് കേട്ടിരുന്നു. വൈശാഖമാഷിൻ്റെ കഥയിലൂടെ പോകുമ്പോൾ വളരെ ചെറിയ ജീവിക്കാൻ വേണ്ടിയുള്ള ചെറിയ മോഷണങ്ങൾ നടക്കുന്നുണ്ട്. കൽക്കരി, ടോർച്ച്, കമ്പിളി, അങ്ങനെയൊക്കെ
ടിഡിയുടെ അവിടെ വരുമ്പോഴത്തേക്ക് അത് കൊള്ളയാവുന്നുണ്ട്. പക്ഷേ മാഷിൻ്റെ ഒരു കഥയിൽ ഗോദാവരി എന്ന് പറയുന്ന ഒരു കഥയിൽ ഇതേപോലെ തന്നെയുള്ള ഒരു വലിയ കൊള്ളയെപ്പറ്റി പറയുന്നുണ്ട്. ഒരു 2 ട്രെയിൻ കൂട്ടിയിടിക്കുന്നിടത്ത് വെച്ച് എല്ലാം വാരിക്കൊണ്ടുപോയി ഒരാൾ പണക്കാരനാകുന്ന വലിയൊരു റെഡ്ഡിയായി മാറുന്നതിനെ പറ്റിയിട്ടൊരു സൂചനയുണ്ട്. ഷിനിയുടെ നോവലിൽ അത് വ്യത്യസ്തമാണ്. അത് ഞാൻ അവസാനം ചോദിക്കാം. അപ്പോൾ ഈ കൊള്ള അല്ലെങ്കിൽ കള്ളത്തരം എന്ന് പറയുന്നത് എങ്ങനെയാണ്, അല്ലെ പിടിച്ചു നിന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കാനായിരിക്കും എളുപ്പം. അതിനോട് ഏറ്റുമുട്ടുകയും പിടിച്ചു നിൽക്കുകയും ചെയ്തത് എങ്ങനെയാണ്? ചുരുക്കി 2 അനുഭവം പറയാം. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ നെടുന്തവോളിന് അടുത്ത പവർപേട്ട എന്നൊരു സ്റ്റേഷനുണ്ട്. അവിടെ ജോലി ചെയ്യുമ്പം ചെറിയ സ്റ്റേഷനാണ്. അപ്പോൾ ഞാൻ ജോലി ചെയ്ത് തുടങ്ങിയിട്ട് 4 മാസം കൂടെ ആയിട്ടില്ല. അപ്പോൾ അവിടെ രാത്രി ഒരു 1 മണിയായപ്പം വളരെ ആജാനുബാഹുവായ ഒരാളും അയാളുടെ കൂടെ അതേ മോഡലുള്ള 2 പേരും കൂടെ കയറി വന്നു ഈ പറഞ്ഞ പോലെ നമസ്കാരമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു 300 രൂപ എടുത്തിട്ട് എൻ്റെ മേശപ്പുറത്ത് വെച്ച് ആ പേപ്പർ വെയിറ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചു. 150 രൂപ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ശമ്പളം. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ 115 രൂപയാണ്, 150ആയി. അന്നിവിടെ ഹൈസ്കൂൾ മാസ്റ്റർമാർക്ക് 108 ഉള്ളായിരുന്നു. അതുകൊണ്ട് ചിലരൊക്കെ ഹൈസ്കൂളിൽ മാസ്റ്റർ ആവാതെ നേരെ റെയിൽവേയിൽ വന്നിട്ട് വിവരം അറിഞ്ഞിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. 115 രൂപ. അപ്പോൾ ഇതെനിക്ക് വളരെ ഇൻസൾട്ടിങ് ആയിട്ട് തോന്നി. അപ്പോൾ ചെറുപ്പത്തിൻ്റേതാണല്ലോ, അപ്പോൾ 25 വയസ്സ്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ പോട്ടറെ വിളിച്ചിട്ട് പറഞ്ഞു, അയാളെ വിളിക്കാമെന്ന് പറഞ്ഞു. എന്തിനാ മാഷെന്ന് വെച്ചു. ഇതെടുത്തുകൊണ്ട് പോകാൻ പറയൂ. അപ്പോൾ ഇവൻ ഇത് തന്നെ കാണിച്ചു, ഈ കഴുത്ത് കാണിച്ചു. കഴുത്ത് വളരെ പ്രധാനമാണല്ലോ. എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. 4ാമത്തെ ലൈനിൽ ഒരു ഗുഡ്സ് കിടക്കുന്നുണ്ട്. അതിൻ്റെ എൻജിൻ കട്ട് ചെയ്തിട്ട് വിട്ടിരിക്കുകയാണ്. എൻജിൻ വാട്ടറിങ്ങിൽ വെള്ളം തീർന്നു പോവുക, കരി തീർന്നു പോവുക വെച്ച് കട്ട് ചെയ്തിട്ട് വിടും. അപ്പോൾ എൻജിൻ അവിടെ ഇത് കിടക്കും, ഗുഡ്സ് അവിടെ കിടക്കും. അതിൽ ഓപ്പൺ വാഗണാണ്, മുകളിൽ ടെർപോളിൻ ഇട്ട് ഓപ്പൺ വാഗൺ മുഴുവൻ കൽക്കരിയാണ്. ഇതിന് തൊട്ടപ്പുറത്തൊരു ചെറിയ റോഡുണ്ട്. അവിടെ 4-5 കാളവണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഈ കൽക്കരി ലോഡ് ചെയ്യുകയാണ് ഇദ്ദേഹം. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് നമുക്ക് ഈ 300 രൂപ തന്നേക്കണേ. 3 ലക്ഷം രൂപയുടെ കൽക്കരി ഇതിനൊക്കെ കയറ്റിയിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് വളരെ പ്രയാസം തോന്നിയിട്ട് കാര്യമില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ പോയി. പിന്നെ ഇനി നമ്മൾ എന്താണ് ഈ 300 രൂപ കൊണ്ട് ചെയ്യേണ്ടുന്നൊരു പ്രശ്നം വന്നു. നമുക്ക് വലിയൊരു മാനസിക സംഘർഷം അങ്ങനെ 1-2 സ്ഥലത്ത് ഗൂഡൂർ എന്ന സ്റ്റേഷനിലും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് 150 രൂപ ശമ്പളമുള്ള ബുദ്ധിമുട്ടേ ജീവിക്കുന്നത്. അപ്പോൾ അവസാനം ഞാൻ തീരുമാനിച്ച ഒരു കാര്യം ചെയ്യാം, ഇത് പോട്ടർമാർക്കും പോയിൻറ്റ്സ്മാർക്കും എനിക്കുമായിട്ട് പങ്കുവയ്ക്കാം. അങ്ങനെ ജീവിതത്തിൽ ആദ്യവും അവസാനവുമായിട്ട് ഞാൻ 100 രൂപ കൈക്കൂലി കൈപ്പറ്റി, ജീവൻ നിലനിർത്താൻ വേണ്ടി. ഇന്ന് വരെ വേദനയോടെ തല നിലനിർത്താൻ വേണ്ടി തന്നെയാണ് വേദനയോടെ ഓർക്കുന്ന ഒരു അനുഭവമാണിത്. ഇതൊന്ന്. ഒരനുഭവം കൂടെ പറയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് എന്തിനെക്കുറിച്ചാണ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ കൊള്ളയെക്കുറിച്ച്. കൊള്ള ഗുമ്മിടിപ്പുണ്ടി എന്ന സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പം അവിടെ ഈ ക്യാബിനിലാണ് ജോലി ചെയ്യണത്. ക്യാബിനിൽ ഈ ജാപ്പനീസ് ഇൻസ്ട്രുമെൻ്റ് ഉള്ള കാരണം സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ക്യാബിനിൽ വേറെ ആൾക്കാരാണ്, സ്വിച്ച്മെൻ എന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇത് പുതിയ ടയോട്ടോ ഇൻസ്ട്രുമെൻ്റാണത്. അപ്പോൾ ഡബിൾ ലൈനാണ്, ആന്ധ്ര ബോർഡറാണ് ഗുമ്മിടിപ്പുണ്ടി. അപ്പം തമിഴ്നാട്ടിൽ അരിക്ക് വില കുറവാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ആന്ധ്രയിലേക്ക് കടത്തും, ആന്ധ്രയിൽ ആണെങ്കിൽ ഇങ്ങോട്ട് കടത്തും. ഇത് കൂടാതെ ആന്ധ്രയിൽ സമൃദ്ധമായിട്ട് വാറ്റുചാരായം ഉണ്ടാക്കുന്നുണ്ട്. അത് അനേകം കുപ്പികളിലാക്കിയിട്ട് ഈ വണ്ടിയുടെ അടിയിൽ ബാറ്ററി ബോക്സ് എന്ന് പറഞ്ഞ വലിയൊരു ബോക്സ് ഉണ്ട്, അതിൻ്റെ മുകളിൽ ചാക്കിനകത്താക്കി വയ്ക്കും. ഒരാൾ അതിൻ്റെ മുകളിൽ കിടക്കും വണ്ടിയുടെ അടിയിൽ. എന്നിട്ടിങ്ങനെ വരുവാണ്. ഒരുത്തൻ വണ്ടിയുടെ മുകളിൽ കയറിയിരിക്കുന്നുണ്ടാവും. ഇതാരും അറിയണ്ടാവും. ഇതൊക്കെ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. വണ്ടി എന്ത് വെച്ചാൽ സിഗ്നലിൻ്റെ കുറേ അപ്പുറത്ത് വണ്ടി നിൽക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, സിഗ്നൽ നമ്മൾ ഇടുന്നു, സിഗ്നൽ ഇട്ട് കഴിഞ്ഞാൽ ആ സിഗ്നൽ ഓണാണ് എന്ന് മനസ്സിലാക്കാനുള്ള വഴി ബാക്ക് ലൈറ്റാണ് അന്നത്തെ കാലത്ത്. ഇന്നത്തെ ഇലക്ട്രിക് സിഗ്നൽസ് അല്ല. പുറകിൽ 3 ലൈറ്റ് കാണും. അതിലേതെങ്കിലും ഒരു സിഗ്നലിൽ ലൈറ്റ് കാണുന്നില്ലെങ്കിൽ അത് അപ്പാണ്. അതായത് 3 ഫേസ് ഉള്ള സിഗ്നലാണ്. ഇത് സ്റ്റോപ്പ്, നടുക്ക് കോഷൻ, മറ്റേ ഗ്രീൻ, പച്ച. അപ്പോൾ ഇത് ബാക്ക് ലൈറ്റ് സിഗ്നൽ ഇട്ടിട്ടും ബാക്ക് ലൈറ്റ് കാണുന്നുണ്ട്. അപ്പോൾ സിഗ്നൽ പൊങ്ങിയിട്ടില്ല.
വണ്ടി നിൽക്കും. ഇങ്ങനെ വണ്ടി ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് നേരത്തെ പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടുള്ള ആളുകളെ വെച്ചിട്ട് ഈ സാധനം അൺലോഡ് ചെയ്യണം. ചിലപ്പം ചാരായമായിരിക്കും, അല്ലെങ്കിൽ അരിയായിരിക്കും, ഗോതമ്പായിരിക്കും. ഇത് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? അവരവരുടെ പാട്ടിന് പോയിട്ടുണ്ടാവും. കാളവണ്ടിയിലാണ് ലോഡ് ചെയ്തേക്കുന്നത്. ഇവിടുന്ന് ആളെ അയച്ചാണ് നമ്മൾ ആ സിഗ്നലിൻ്റെ കെട്ടഴിക്കണേ, സിഗ്നൽ പൊങ്ങാൻ. മറ്റേ പണി എന്തെന്നറിയോ? വണ്ടിയുടെ മുകളിൽ കയറിയിരിക്കുന്ന ആൾ വണ്ടി സിഗ്നലിൽ എത്തുന്നതിന് കുറേ മുമ്പേ, അത് പാസഞ്ചർ എക്സ്പ്രസ് ട്രെയിൻ ഉണ്ടാവുള്ളൂ, വണ്ടിയുടെ മുകളിലൊരു വാൽവുണ്ട്. ഈ ട്രെയിനിൻ്റെ ബോഗിയുടെ സൈഡിൽ നോക്കിയാൽ കാണാം, താക്കോല് പോലെ ഒരു വലിയ സാധനം. അതിങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി നിൽക്കും. കാരണം ട്രെയിനിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം ഒരു വാക്വം വെച്ചിട്ടാണ്. അതായത് എൻജിൻ മുതൽ ലാസ്റ്റ് ഗാർഡിൻ്റെ ബോക്സ് വരെ ഉള്ള ഒരു ട്യൂബാണ്, അതിൽ വാക്വമാണ്. അതിനകത്തേക്ക് എയർ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനെ എയർ കയറും ഈ സാധനം തിരിക്കുമ്പോൾ. അങ്ങനെ വണ്ടി നിന്നു, സംഗതി അവർ അൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലിരിക്കുന്നവൻ തന്നെ അത് ഓണാക്കിയിട്ട് ശരിയാക്കിയിട്ട് പോകും. പാവം ഡ്രൈവറോ അല്ലെങ്കിൽ ഗാർഡോ ഇത് ഏത് ബോഗിയിലാണ് ഇത് തിരിഞ്ഞേക്കണമെന്ന് നോക്കി വരുന്നുണ്ടാവും. അതിനുള്ളിൽ വണ്ടി വിസിലടിക്കും. അപ്പോൾ ഗാർഡ് ഓടി അല്ലെങ്കിൽ ഗാർഡിൻ്റെ റൂമിൽ കയറും, വണ്ടി പോകും. ഈ പരിപാടി വലിയ ഒരു കണ്ടിന്യൂസ് പ്രശ്നമായി വന്നപ്പം 4 റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സുകാരെ അയച്ചു മദ്രാസിൽ നിന്ന്. തോക്കൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പോൾ അവർ വന്നിട്ട് ഈ സിഗ്നലിൽ ഭയങ്കര തണുപ്പും മഞ്ഞുമൊക്കെയാണ്. അതിൻ്റെ അരികിലൊരു ഏരിയയാണ്. ഏരിയ എന്ന് വെച്ചാൽ വലിയ തടാകം. അപ്പോൾ അവിടെ പോയി ഇരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇവർ വന്നിട്ട് എന്നോട്, മാഷ് എവിടെ കിടന്നോട്ടെ, വണ്ടി എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓടി പൊക്കോളാം, ഒരു 3/4 കിലോമീറ്റർ ഉണ്ട് എന്ന് പറയും. അപ്പോൾ അതിലൊരു മലയാളി ഉണ്ടായിരുന്നു. അയാളെ പിന്നെ ഒരുപാട് നാളത്തിന് ശേഷം ഞാൻ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടി, ഒരു പത്മനാഭൻ. അപ്പോൾ നമ്മൾ പറയും കിടന്നോളാൻ പറയും. അപ്പോൾ വണ്ടി സിഗ്നൽ എന്തെങ്കിലും പ്രശ്നം കാണുന്ന വണ്ടി കാണുന്ന ഇവരോട് നമ്മൾ പറയും, ഇവർ ഓടിപ്പോവും. അപ്പോൾ ഒരു ദിവസം ഞാൻ സിഗ്നലിട്ടു, സിഗ്നൽ പിക്കപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഉറപ്പായി ഇവരോട് പറഞ്ഞു, ഇവരിവിടുന്ന് ഓടിപ്പോയി. അപ്പോൾ ഏരിയയുടെ തീരെ, ഈ തടാകത്തിൻ്റെ തീരത്താണ് സിഗ്നലുള്ളത്. അങ്ങോട്ടാണ് ഇവർ ഓടിപ്പോയേക്കണേ. കുറച്ച് നേരം കഴിഞ്ഞ് ഞാനൊരു വെടിയുടെ ശബ്ദമാണ് കേൾക്കുന്നത്. അത് കഴിഞ്ഞ് ഇവർ തിരിച്ചു വന്നു. ഇവർ തന്നെ മുകളിൽ കയറി സിഗ്നൽ അഴിച്ചു, സിഗ്നൽ വർക്ക് ചെയ്തു, വണ്ടി പോയി. കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ കട്ടപ്പാര കൊണ്ട് പൊളിക്കുക ചെയ്യണേ. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവർ വലിയ മടവാളും അതും ഇതൊക്കെ ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കാൻ വന്നപ്പം ഇതിലൊരാൾ, നമ്മുടെ ഈ പത്മനാഭൻ, വെടിവെച്ചു. വെടി കൊണ്ട് ആർക്കാണെന്ന് അറിയാൻ പാടില്ല, കൊണ്ടുവെന്ന് അറിയാൻ പാടില്ല. ഇവർ 4 പേരും ഏറി ചാടി നീന്തി. പിറ്റേ ദിവസം രാവിലെ ഒരാളുടെ ജഡം പൊങ്ങി വന്നു. ഇവൻ്റെ ജോലി സസ്പെൻഷനായി. കാരണം 5 ഉണ്ടേ കൊടുത്തേക്കണേ. പിറ്റേ ദിവസം ചെന്ന് ഡ്യൂട്ടി ഓഫ് ആകുമ്പോൾ ഈ 5 ഉണ്ട ഏൽപ്പിക്കണം. അതിൽ 1 ഉണ്ട ഇല്ല, വെളിയിൽ കിട്ടാനുമില്ല, വെടി വെച്ചു എന്നുള്ള ഉറപ്പ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ നേരെ ഒരു ആക്രമണം വരുന്നില്ല, ഈ കൊള്ള നടക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം, ചിലപ്പോൾ ഏലക്ക ആയിരിക്കും, ഏലവും മറ്റും 4 ചാക്ക് കൊണ്ടുപോയാൽ എന്താ സ്ഥിതി? ഇങ്ങനെ കൊള്ളയടി. ഇങ്ങനെയാണ് എൻ്റെ അനുഭവത്തിലൊരു ട്രെയിൻ കൊള്ള നടന്നിരിക്കുന്നത്. കടുക് ചോരുന്നത് കാണുന്ന കണ്ണുകൾ ആന ചോരുന്നത് കാണില്ല എന്നാണ് മാഷ് അതിനെപ്പറ്റി താരാപഥങ്ങൾക്ക് താഴെ എന്ന് പറഞ്ഞ കഥയിൽ എഴുതിയിട്ടുണ്ട്. ഇനി ചോദ്യം TDയോടാണ്. ഇത് മുഴുവൻ ഒരു ആക്സിഡൻ്റ് ഉണ്ടാക്കി കൊള്ളയടിക്കുക എന്ന് പറയുന്ന അവിശ്വസനീയമായ ഒരു സംഭവത്തെ പറ്റിയാണ് ആ നോവലിൽ മൊത്തം വിവരിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി, അതായത് ആക്സിഡൻ്റ് ഉണ്ടായി എന്നത് സത്യമാണ്, ബാക്കി ഭാവനയിൽ നിന്നായിരുന്നു എന്ന് നോവലിനെ ആദ്യം അങ്ങ് പറയുന്നുണ്ട്. ഈ പച്ചമഞ്ഞ ചുവപ്പിൽ പറയുന്ന ആക്സിഡൻ്റ് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. റെയിൽവേയിൽ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത അപകടമാണ്. 2 വണ്ടികൾ നേർക്കുനേർ കൂട്ടിയിടിക്കുകയാണ് ചെയ്തത്. അതെ അന്ന് ഞാൻ ഗാർഡായിട്ട് ജോലി ചെയ്യുന്ന കാലത്താണ്. ഞാൻ പാലക്കാട് നിന്നൊരു ട്രെയിനിൽ ഈറോഡ് പോയി. ഈറോഡിൽ റെസ്റ്റ് റൂമിൽ ഉള്ള സമയത്താണ് ഈ ആക്സിഡൻറ്റിൻ്റെ വിവരം അറിഞ്ഞ് സൈറൻ അടിക്കുന്നു. നോക്കി ഒരു ഗുഡ്സ് ട്രെയിനും ഒരു എക്സ്പ്രസ് ട്രെയിനും നേർ കൂട്ടിയിടിക്കുന്നു. അതിൻ്റെ എൻക്വയറിയൊക്കെ കഴിഞ്ഞ് ഈ ഡാനിഷ് പെട്ട് എന്ന് പറയുന്ന സ്റ്റേഷനിലെ സ്റ്റേഷൻ മാസ്റ്ററാണ് അതിൻ്റെ ഉത്തരവാദി എന്ന് പറഞ്ഞ് അയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് അദ്ദേഹം സൂയിസൈഡ് ചെയ്യും. അതൊക്കെ യഥാർത്ഥത്തിൽ നടന്ന കാര്യമാണ്. ഈ സൂയിസൈഡ് ചെയ്തും ശരിയായിട്ടില്ല. പക്ഷെ മലയാളിയായിരുന്നു.
ഇദ്ദേഹം സൂയിസൈഡ് ചെയ്തു. പക്ഷേ നമ്മുടെ നോവൽ പറയുന്ന പോലെയല്ല അയാൾ സൂയിസൈഡ് ചെയ്തു. അയാൾ വീട്ടിൽ തൂങ്ങി മരിക്കുകയാണ് ചെയ്തത്. ഈ നോവൽ പറയാത്ത ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയാവുന്നത്. നോവൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് 1-2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റേഷൻ മാസ്റ്റർ, സർവീസിലുള്ള ഒരു സ്റ്റേഷൻ മാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അയാൾ വിളിച്ചിട്ട് പറഞ്ഞ് നോവൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അതൊക്കെ യഥാർത്ഥത്തിൽ നടന്ന കാര്യം ഞാനപ്പോൾ ഉണ്ടായിരുന്ന ആളാണെന്ന്. അപ്പോൾ അതിൽ ബുമ്മടി ബൊഡ്ഡിറെഡ്ഡിപ്പെട്ടി ബ്ലോക്ക് ഹട്ട് എന്നും പറഞ്ഞിട്ട് സ്റ്റേഷൻ ഉണ്ട്. അത് ഈ ബൊമ്മടിക്കും ബൊഡ്ഡിറെഡ്ഡിപ്പെട്ടിക്കും ഇടയിലുള്ള ഒരു ചെറിയ ഹട്ട് സ്റ്റേഷനാണ്. അവിടെ ടിക്കറ്റ് കൊടുക്കലൊന്നുമില്ല, ആളുകൾ കയറാനും ഇറങ്ങാനും ഇല്ല, ഔദ്യോഗികമായിട്ടുള്ള കാര്യത്തിന് മാത്രം നിർത്തുന്ന സ്റ്റേഷൻ. അപ്പോൾ എന്നെ ഫോണിൽ സംസാരിച്ച ആ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞ്, ഞാൻ അന്ന് ഈ അപകടം നടക്കുന്ന സമയത്ത് റെയിൽവേ ചേർന്ന്, ഇപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞ പോലെ റെയിൽവേ ചേർന്ന ഉടനെ 22-23 വയസ്സുള്ള കാലത്തായിരുന്നു ഈ ഹട്ടിലാണ് എന്നെ നിയമിച്ചിരുന്നത്. എൻ്റെ കൂടെ നമ്മുടെ ഈ സൂയിസൈഡ് ചെയ്ത സ്റ്റേഷൻ മാസ്റ്റർ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ആദ്യം സസ്പെൻഡ് ചെയ്തു, പിന്നെ എൻക്വയറി കഴിഞ്ഞതിന് ശേഷം ഈ ശിക്ഷ തീരുമാനിക്കുന്നതിന് ഇടയ്ക്കുള്ള കുറച്ച് കാലം അയാൾ തിരിച്ചെടുത്തിരുന്നു. അപ്പോൾ ഈ ബുമ്മടി ബൊഡ്ഡിറെഡ്ഡിപ്പെട്ടി ബ്ലോക്ക് ഹട്ടിലാണ് ഇയാൾ ജോലി ചെയ്തത്. അപ്പോൾ ഇവർ 2 പേരും കൂടെ ഇവിടെ ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ച ഈ സുഹൃത്തിനോട് പറഞ്ഞ്, എന്നെ ഒന്നും ചെയ്യില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എൻക്വയറിയൊക്കെ അയാൾ സ്വയം അയാൾക്ക് വേണ്ടി ബാധിച്ചവർക്ക് അദ്ദേഹം തന്നെയാണ്, വേറെ ആളും വേണ്ടാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു തനിക്കെതിരെ ഒരു ശിക്ഷാ നടപടികളും വരില്ല എന്ന്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എന്നും കാലത്തൊരു പാസഞ്ചർ ട്രെയിൻ വരും. ആ പാസഞ്ചർ ട്രെയിനിലാണ് ആകെ അവിടേക്ക് ജോലിക്ക് ആൾ വരുന്നതും റെയിൽവേ സംബന്ധമായ എന്തെങ്കിലും വിവരങ്ങൾ കൊടുക്കുന്നതുമൊക്കെ. അപ്പോൾ അന്ന് കാലത്ത് ഈറോഡിൽ നിന്ന് ജോലാർപേട്ടിലേക്ക് പോകുന്ന പാസഞ്ചർ അവിടെ വന്ന് നിർത്തിയപ്പോൾ എന്നോട് ഫോണിൽ സംസാരിക്കുന്ന സുഹൃത്താണ് സ്റ്റേഷൻ മാസ്റ്റർ ഡ്യൂട്ടിയിലുണ്ട്. 10 മണി കഴിഞ്ഞാൽ അടുത്ത ആൾ വരും. അയാൾ ഞാൻ പറഞ്ഞ ഈ കേസിൽപ്പെട്ട ആളാണ്. അദ്ദേഹം കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു ചെറിയൊരു ഹട്ട് പോലത്തെ ഒരു സ്ഥലമാണ്. ഇപ്പുറത്ത് അവർ ആഹാരം ഉണ്ടാക്കുന്നു, കിടന്നുറങ്ങുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അദ്ദേഹം കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഇതൊക്കെ റെഡിയായി കഴിഞ്ഞാൽ യൂണിഫോം ഇട്ട് ഇദ്ദേഹത്തിൻ്റെ ഇന്ന് ഡ്യൂട്ടി എടുക്കാനായിട്ട് വരും. ഇയാൾ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യും. മനുഷ്യവാസമില്ല. ഇതിൻ്റെ ചുറ്റും ഒരു 10 കിലോമീറ്ററോളം പരന്ന് കിടക്കുന്ന മുഴുവൻ പരുത്തിത്തോട്ടങ്ങളാണ്. അതിനിടയ്ക്ക് കൂടെ ഇങ്ങനെ നടക്കാവുന്നൊരു ചെറിയൊരു വഴിയുള്ളൂ. അപ്പോൾ ഈ ട്രെയിനിൽ ഇദ്ദേഹത്തിനെ പിരിച്ചു വിട്ടുകൊണ്ടുള്ള ഓർഡറാണ് വരുന്നത്. ഗാർഡിൻ്റെ വാനിൽ നിന്ന് ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർക്ക് കിട്ടിയ തപാലൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഇദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടു എന്നുള്ള. അതുമാത്രമല്ല, അതിൽ എഴുതിയിരിക്കുന്നു അയാൾക്ക് ഡ്യൂട്ടി ഹാൻഡ് ഓവർ ചെയ്യരുത്, പകരം ഒരാളെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, അയാൾ വരുന്നവരെ നിങ്ങൾ തന്നെ ഡ്യൂട്ടിയിൽ തുടരണം. ഈ ഓർഡർ അയാളുടെ കയ്യിൽ സർവ് ചെയ്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് അക്നോളജ്മെൻറ്റ് വാങ്ങണം. അതിൻ്റെ കൂടെ തന്നെ റെഡ് ഇങ്കിൽ മസ്റ്ററോളിൽ എൻട്രി ഇട്ടണം, ഇയാളെ റിമൂവ് ചെയ്തു എന്ന്. 3 മാസം സർവീസിലുള്ള ഒരാളുടെ കയ്യിലാണ് ഇതൊക്കെ കിട്ടുന്നത്. ഇവനാകെ ടെൻഷനാകുക എന്നല്ല, വല്ലാണ്ട് വിഷമായിപ്പോയി. എന്ന് വെച്ചാൽ മറ്റേയാളെ വിളിച്ച് പറയേണ്ടത് നിങ്ങളെ സർവീസിൽ നിന്ന് പിരിച്ചു വിട്ടു എന്നാണ്. ആ ഓർഡർ അയാൾക്ക് കൊടുത്തിട്ട് അയാൾക്ക് ഡ്യൂട്ടി കൊടുക്കാതെ ഇതൊക്കെ ചെയ്യും. പക്ഷേ അപ്പുറത്ത് അദ്ദേഹം ഇതൊന്നും അറിയാതെ ആഹാരമൊക്കെ റെഡിയാക്കി യൂണിഫോം ഇട്ട് റെഡിയായിട്ട് വരാൻ പോവുകയാണ് 10 മിനിറ്റിലും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എല്ലാം ഹാൻഡിങ് ഓവർ എഴുതി വയ്ക്കാമെന്ന് പറയും. ഒരു ഡ്യൂട്ടി മറ്റേ ആൾക്ക് എഴുതുമ്പോൾ എല്ലാ വിവരവും എഴുതി വെച്ചിട്ട് അയാളെ നിന്ന് ഒപ്പ് വാങ്ങണം എന്നൊക്കെ. ഇത് വലിയ സ്റ്റേഷനിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഈ ബ്ലോക്ക് ഹട്ടിലൊന്നും എഴുതി വയ്ക്കാനില്ല, അവിടെ ടിക്കറ്റും ഇല്ല, ഒന്നും സംഭവിക്കില്ല. എങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ അയാൾ വന്ന സമയത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു, മാഷേ ഒരു ഓഫീസിൽ നിന്നൊരു ഓർഡർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ റിമൂവ് ചെയ്ത ഓർഡർ അയാളുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങേര് ഇത് വായിച്ച് നോക്കി, ഒന്നും സംസാരിച്ചില്ല എന്ന്. 2 കണ്ണും നിറഞ്ഞു, ഇങ്ങനെ ഒരേ കണ്ണീരിങ്ങനെ വരുന്നതും കണ്ടു. ഒന്നും സംസാരിക്കാതെ ഈ അക്നോളജ്മെൻറ്റ് ഫോമുണ്ട് ഇതിൻ്റെ കൂടെ, അതിലൊപ്പിട്ട് കൊടുത്ത് ഇയാളുടെ കൈ കൊടുത്തിട്ട് അടുത്ത റൂമിലേക്ക് പോയി. ഇയാളുടെ ഒരു ചെറിയൊരു ബാഗുണ്ട്, ആ ബാഗ് എടുത്ത് നേരെ ട്രാക്കിൻ്റെ സൈഡിൽ കൂടി നടന്നു പോയി. അപ്പോൾ ഇവന് കാണാം ഇയാളിങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ ഇയാൾക്കൊരു ടെൻഷൻ്റെ, എന്നെ ഒരു തരത്തിലും ശിക്ഷിക്കില്ല എന്നൊക്കെ പറഞ്ഞ ആളാണ്, എന്തെങ്കിലും അപകടം ചെയ്യുമോ എന്നറിയില്ലോ എന്ന് ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ അങ്ങ് കാണാതെയായിരുന്നു. ഇദ്ദേഹമാണെങ്കിൽ ഇതൊക്കെ എഴുതി ഇങ്ങനെ ഇയാളെ റിമൂവ് ചെയ്ത് ഓർഡർ സർവ് ചെയ്തു. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് അയാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരം കേൾക്കുന്നത്.
അപ്പോൾ ഇതൊന്നും ഞാൻ ഈ നോവലിൽ വന്നിട്ടില്ല. നോവൽ എഴുതുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം നടന്നു. ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2 കൊല്ലം മുമ്പേ ഞാൻ ഈ ബുഡ്ഡിറെഡ്ഡിപ്പട്ടി ബൊമ്മടി ബ്ലോക്ക് ഹട്ടിലേക്ക് പോയിരുന്നു. വെറുതെ ആ സൈഡിൽ വേറൊരു ആവശ്യത്തിന് പോകുമ്പോൾ ഇവിടെ പോയിട്ട് ഈ ഹട്ടിൽ ചെന്നു. ഇപ്പോൾ ഹട്ട് എടുത്ത് കളഞ്ഞു. ഇപ്പോൾ ഹട്ടില്ല. അതിന് പകരം ഒരു ഇൻസ്ട്രുമെൻ്റ് ആണല്ലോ. ഈ ഹട്ടിലുള്ള ജോലിയും ഒഴിവാക്കി റെയിൽവേ മെക്കനൈസ് ചെയ്തതിന് പകരം. അപ്പോൾ അവിടെ കുറേ ട്രാക്ക്മാൻമാർ ആഹാരമൊക്കെ ഉണ്ടാക്കി അവരുടെ ഒരു റെസ്റ്റ് റൂമായിട്ട് വെച്ച് ഇരിക്കുകയാണ്. പക്ഷേ ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് ഇയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു. ആ പോയ സ്ഥലം, ആ വഴി, ഇതൊക്കെ. അപ്പം അങ്ങനെ ഓരോ ഇതെഴുതുമ്പോഴും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കൊള്ളയടിക്കുന്ന മിക്കവാറും അപകടങ്ങളുണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈവൻ ഒരാൾ സൂയിസൈഡ് ചെയ്താൽ പോരെ, കൊള്ളാന്ന് പറയാൻ പറ്റില്ല. അത് ചിലരൊക്കെ അതിന് പറയുന്ന ന്യായീകരണങ്ങൾ നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ സംഭവിക്കാറില്ല. കുറേ കൂടെ അപ്പുറത്തേക്കുള്ള പ്രദേശങ്ങളിലാണ്. എന്തായാലും അയാൾ സൂയിസൈഡ് ചെയ്തു, ഇനി അയാൾക്ക് പേഴ്സിൽ കാശുണ്ടായിട്ട് എന്തിനാണ് കാര്യം എന്നൊക്കെ ന്യായീകരിക്കുന്ന ആൾ. ന്യായമല്ലാതൊന്നും എങ്കിലും. പക്ഷേ എൻ്റെ ഗാർഡായിട്ട് ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒരു തീവണ്ടി കൊള്ളയ്ക്ക് സാക്ഷിയായിട്ട് നിൽക്കേണ്ടവന്നു. ഇപ്പോൾ ഗുഡ്സ് ഗാർഡായിട്ട് ഞാൻ ജോലി ചെയ്യുമ്പോഴാണ് അവിടെ ദൊഡ്ഡംപട്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷനുണ്ട്. വണ്ടികളൊന്നും അധികം നിർത്താത്തൊരു സ്റ്റേഷനാണ്. ഞാൻ ജോലി ചെയ്തിരുന്ന വണ്ടി അവിടെ ഈ എക്സ്പ്രസ്സുകൾ കടന്നു പോകാനായിട്ട് 3-4 മണിക്കൂറായിട്ട് നിൽക്കണം. സന്ധ്യാ സമയമാണ്. ഗാർഡെന്നൊക്കെയാണ് പേരെങ്കിലും ഒരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗാർഡ് ചെയ്യുന്നത് കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളായിരിക്കും. അത് പെട്രോളാവാം, അരിയാവാം, പല സാധനങ്ങളും. ഗാർഡ് നിരായുധനാണ്. ഗാർഡിൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഈ വെള്ള ഇതും കൊടിയുണ്ട്. ആളുകൾ ഇത് കണ്ട് ബഹുമാനിക്കുന്നു എന്നത് കവിഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാനെങ്കിലും വന്നാൽ ഒന്നുമില്ല കയ്യിൽ. അപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ബോറടിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ കുറേ കഴിയുമ്പോൾ എന്തൊക്കെയോ തട്ടും മുട്ടുമൊക്കെ ചെയ്യുന്ന ശബ്ദം കേൾക്കും. അപ്പോൾ ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി എൻ്റെ ബ്രേക്ക് വാനിൽ നിന്ന് ഇറങ്ങി താഴ്ത്തേക്ക് നോക്കുമ്പോൾ ഒരു 10 വാഗൺ അപ്പുറത്ത് ഒരു 10-15 ആൾ കൂടി നിൽക്കുന്നു. 10-15 അതിൽ കുറച്ചും കൂടെ ആൾക്കുണ്ട്. അപ്പോൾ അത് തുറന്നിട്ടുണ്ട്. അരി വണ്ടിയാണ്. പഞ്ചാബിൽ നിന്ന് ഇവിടെ നിന്നോ നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന ഒരു അരി വണ്ടിയാണ്. അപ്പോൾ ഞാൻ പതുക്കെ ഇവിടുന്ന് അടുത്തേക്ക് ചെന്നപ്പോൾ ഈ കൂടി നിന്നവരെല്ലാവരും ഇവിടുന്ന് ഓടി. അപ്പോൾ അവർ ഇത് തുറന്നിട്ട് അതിൽ നിന്ന് ഒരു ചാക്ക് അരി ഇറക്കി. അപ്പോൾ നമുക്കിങ്ങനെ കാണാം, ഒരു ചാക്ക് അരിയും കൊണ്ട് ഒരാൾ കുറച്ച് മുമ്പിൽ പോകുന്നുണ്ട്. 2 സ്ത്രീകൾ ഇതിൻ്റെ ഉള്ളിൽ കയറി നിൽക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കോണി പോലെ എന്തോ ഒരു സാധനം കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇതിനകത്തേക്ക് കയറിയിട്ട് ഇതൊക്കെ ചെയ്തു. ഈ ഓടാൻ വയ്യാതെ ഒരു 10-70 വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീ, ഈ അകത്ത് 2 പെണ്ണുങ്ങൾ നിൽക്കുന്നവർക്ക് ഇത്തിരി കൂടെ ചെറുപ്പക്കാരികളാണ്. ഈ താഴെ നിൽക്കുന്നവർക്ക് ഒരു 10-70 വയസ്സ്. അവർക്ക് എന്നെ കണ്ടപ്പോൾ ആകെ പേടിച്ച് പോയി. അവർക്ക് ഓടാൻ വയ്യ, ബാക്കിയുള്ളവർക്ക് ഓടി രക്ഷപ്പെടും. ഇവരെന്നോട് ഇങ്ങനെ കൈ കൂപ്പിക്കൊണ്ട് പറയുകയാണ്, ഒരു മൂട്ട എടുത്തിരിക്കുക ചാമി, മന്നിച്ചിടണം, പശി താങ്കാൻ മുടിയില്ല. ഒരേ ഒരു ചാക്ക് എടുത്തിട്ടുള്ളൂ, ക്ഷമിക്കണം, വിശപ്പ് സഹിക്കാൻ വയ്യാൻ. അന്നിപ്പോൾ ഇത് 90കളുടെ കാലത്താണ്, 92-93 92-93 തമിഴ്നാട്ടിലാണ്, ദൊഡ്ഡംപട്ടിയിലാണ്. വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാലം. അപ്പം ഞാൻ ആകെ വലിയൊരു പ്രതിസന്ധിയിലായി. ഒരു ചാക്ക് കൊണ്ടുപോയി ഒന്നും ഞാൻ. അപ്പം ഞാൻ ഒരു നിമിഷം ഞാൻ ആലോചിച്ച് 1100 ചാക്കുണ്ട് ഈ പറഞ്ഞ വാഗണിൽ, ഒരു വാഗണിൽ. അതുപോലെ 42 വാഗണുണ്ട് ഈ വണ്ടിയിൽ. ഇതൊന്നും ഇവർ ഒരു ചാക്കേ കൊണ്ടുപോയുള്ളൂ. ബാക്കി ഒരു ചാക്കും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് 2 ആളകത്ത് കയറി നിൽക്കുന്നത്. ഈ സ്ത്രീ എന്നോടിത് പറയുന്നതിനിടയ്ക്ക് അതിന് കയറി നിന്നിരുന്ന 2 പേരും ചാടി ഇറങ്ങി അവരും ഓടി. അപ്പോൾ ആകെ എൻ്റെ മുമ്പിലുള്ളത് ഈ 70കാരി മാത്രമേ ഉള്ളൂ. അവരിങ്ങനെ തൊഴുതു നിൽക്കണു. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല. കൊണ്ടുപോയ ഒരു ചാക്ക് പോയി എന്നാണ്. പക്ഷേ ഇതിൻ്റെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് റെയിൽവേയിൽ. ഇങ്ങനെ ഒരു ചാക്ക് കൊണ്ടുപോയാലും വണ്ടി മൊത്തം കൊള്ളയടിച്ചാലും തീവണ്ടി കൊള്ള തന്നെയാണ്. അപ്പോൾ അതിന് സ്റ്റേഷൻ മാഷിനടുത്ത് നമ്മൾ പോയിട്ട് അതിനെ റിപ്പോർട്ട് ചെയ്യണു, കൺട്രോൾ മെസ്സേജ് കൊടുക്കുന്നു. നേരത്തെ മാഷ് പറഞ്ഞ പോലെ RPFകാർ വരുന്നു, ഇത് വീണ്ടും സീൽ ചെയ്യണം. ഇതിന്ന് ആദ്യം എത്ര ചാക്കുണ്ടായിരുന്നു, ഇപ്പോൾ എത്രയുണ്ട്, ഇതിൻ്റെയൊക്കെ റിപ്പോർട്ടുകൾ. ഒരു 5-6 മണിക്കൂർ നേരത്തെ പണിയാണതിൽ. ഈ അന്ന് ഒപ്പമുണ്ടായിരുന്ന 2 ഡ്രൈവറും അസിസ്റ്റൻറ്റും ഒരാളുണ്ട്. അവരെ 2 പേരെയും മാറ്റി വേറെ ഡ്രൈവർ വന്നു. പക്ഷേ ഗാർഡ് ഇതിൻ്റെയൊക്കെ തുടക്കത്തിലേ ഉള്ള ആളായതുകൊണ്ട് അയാൾ തുടരുകയാണ്. നമ്മളിത് ഇതിൻ്റെ കൂടെ നിന്ന് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് അന്ന് വണ്ടി അവിടെ നിന്ന് പോകും. അപ്പോൾ അതിന് ശേഷം ഒരു മാസത്തേക്ക് 2 RPFകാരെ അവിടെ സ്ഥിരമായിട്ട് ഡ്യൂട്ടിക്ക് ഇട്ടു. ഇവിടെ ഒരു തീവണ്ടിക്കൊള്ള നടക്കുന്ന സ്റ്റേഷനാണ്. അപ്പോൾ അവരൊക്കെ നമ്മളെ ഇടയ്ക്ക് കാണുമ്പോൾ പറയും, നിങ്ങൾ കാരണം ഞങ്ങളിങ്ങനെ വന്ന് കൊതുകടിയും കൊണ്ട് ഇവിടെ ഇരിക്കേണ്ട, ദൊഡ്ഡംപട്ടിയിൽ ഇരിക്കേണ്ടത്. അപ്പം ഇങ്ങനത്തെ പല സംഭവങ്ങൾക്കും വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. സാക്ഷിയാകേണ്ടവന്നുണ്ടാവും. പക്ഷെ വലിയ ആക്സിഡൻറ്റുകൾ നടക്കുമ്പോൾ ഇപ്പം ഒരു
ബംഗാരപ്പട്ടിനടുത്ത് കാമസമുദ്രം എന്ന് പറഞ്ഞ സ്റ്റേഷൻ, അങ്ങനെയൊക്കെ സ്റ്റേഷനുകൾക്ക് പേരുണ്ട്. കാമസമുദ്ര സ്റ്റേഷനിൽ വെച്ച് ഐലൻഡ് എക്സ്പ്രസ് ആക്സിഡൻറ്റ് നടന്ന സമയത്ത് അവിടെ പോയ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ ഒരു വളരെ ഉയർന്നൊരു ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ ചെല്ലുമ്പോൾ ഇവർ ചെന്ന സമയത്ത് ഈ RPF ആളുകളൊക്കെ അവിടെ ഉണ്ട്. ഒരാൾ സല്യൂട്ട് ചെയ്യുമ്പോൾ തൊപ്പിയുടെ ഉള്ളിൽ നിന്ന് ഈ ഭരതനാട്യത്തിനൊക്കെ ഈ ചുട്ടി ഒക്കെ വയ്ക്കുന്ന പോലെ ഒരു സ്വർണത്തിൻ്റെ ഒരു കാര്യം കൂടെ താഴത്തേക്ക് തൂങ്ങിക്കിടക്കണം. അതെന്താണെന്ന് തൊപ്പി എടുക്കാൻ നോക്കുമ്പോൾ ഒരു മാല, അങ്ങനെ ആ കൊള്ളയടിച്ച മാലയാണ്. കൊള്ളയടിച്ച മാല എടുത്ത് മാറ്റാൻ എവിടെയും സമയം കിട്ടിയില്ല. അപ്പോഴേക്കും ഇയാൾ വന്നില്ല, നേരെ തലയിൽ വെച്ച് തൊപ്പി വെച്ചതാണ്. അപ്പോൾ തൊപ്പി വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഇങ്ങനെ തൂങ്ങി. ഇങ്ങനെയും സംഭവിക്കുന്നു. ഇതൊക്കെ എല്ലാവരും അങ്ങനെയാണെന്നല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഒരു ശതമാനം ആളുകളും നല്ല രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഉണ്ടാവും. ഞങ്ങൾ ഈ റെയിൽവേ ഇപ്പോൾ രാജനൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഈ തീവണ്ടി ഉണ്ടാക്കിയല്ലോ ഇവിടെ. ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ TD രാമകൃഷ്ണൻ എഴുതിയിരിക്കുന്ന എത്രയോ പുസ്തകങ്ങളിൽ ഒരു പുസ്തകത്തിൽ മാത്രമാണ് റെയിൽവേ വരുന്നത്. ഞാൻ എഴുതിയിട്ടുള്ള 180-ലേറെ കഥകളിൽ 32 കഥകളിൽ മാത്രമാണ് റെയിൽവേ പശ്ചാത്തലമുള്ളത്. ഷിനിലാലിൻ്റെ കഥകളിൽ ഒരു നോവലിലാണ് ഒരു ട്രെയിൻ മുഴുവൻ ഇങ്ങനെ വരുന്നത്. 2 കഥയുണ്ട്. ബാക്കിയൊക്കെ പലപ്പോഴും ടാഗോറും ഗുരുദേവനും ഗരിസപ്പ അരുവിയൊക്കെയാണ്. നിരവധി ഇപ്പോൾ ഇരു എന്ന് പറഞ്ഞ നോവല് റെയിൽവേ ഇല്ല, ട്രൈബൽ സംഭവങ്ങളാണ്. അങ്ങനെയാണെന്നുള്ളൊരു കാര്യം കൂടെ ഓർക്കണേ. അപ്പോൾ ഞങ്ങളിങ്ങനെ മൂലയ്ക്ക് ആക്കരുതെന്ന് പറയുക. ഞങ്ങളുടെ പ്രധാന സാഹിത്യ മൊത്തം എടുത്തു കഴിഞ്ഞാൽ റെയിൽവേ ഒരു പെർസെൻറ്റേജേ വരുള്ളൂ. ചോദ്യങ്ങൾ വന്നേ, അല്ലെങ്കിൽ ചോദ്യം ഇങ്ങനെ ആവില്ലായിരുന്നു. ഞാൻ ഷിനിയോട് ചോദിക്കാൻ പോകുന്നതേ, കൊള്ളയുടെ കാര്യം ഇവർ രണ്ടും പറഞ്ഞതല്ല. ഷിനിയുടെ സമ്പർക്ക ക്രാന്തിയിലുള്ള കൊള്ള അത് വെള്ളമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതാണോ? അങ്ങനെ ഒരു സംഭവത്തിന് സാക്ഷിയായിട്ടുണ്ടോ? അങ്ങനെ എപ്പോഴെങ്കിലും റെയിൽവേയിൽ സംഭവിച്ചിട്ടുണ്ടോ? ട്രെയിൻ പിടിച്ചു നിർത്തുകയും ഗ്രാമീണർ വെള്ളം കൊള്ളയടിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം. അതൊക്കെ റെയിൽവേ ഇന്ത്യയെക്കുറിച്ച് അറിയാമെങ്കിൽ അത് എവിടെയെങ്കിലും എപ്പോഴും നടക്കാവുന്ന സംഗതിയാണ്, നടക്കുന്നുണ്ട്. അതിനുമുമ്പ് ഒരു TD പറഞ്ഞതിൻ്റെ ചെറിയൊരു അനുബന്ധമായിട്ടൊരു കാര്യം ചെറിയ കുറേ കൂടെ ഭീകരമായൊരു കൊള്ള ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ചാക്ക് അരി മോഷ്ടിക്കുന്നതാണ്. പോത്തന്നൂർ സ്റ്റേഷനിൽ ഇതുപോലെ അരി വന്ന ഗുഡ്സ് വണ്ടി ഇങ്ങനെ ഒതുക്കിയിട്ടിരിക്കുമ്പോൾ അൺലോഡിങ് കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീകൾ വന്നിട്ട് അത് ഇതിൻ്റെ അകം വാഗൺ തൂത്തുവാരിയിട്ട് അതിനകത്തുനിന്ന് അരി മിച്ചം ഈ കിട്ടുന്ന അരിയെല്ലാം കൂടെ പാറ്റി പറക്കി ചാക്കിൽ കെട്ടിക്കൊണ്ട് പോകുന്ന സംഗതിയുണ്ട്. കാരണം അത്രയ്ക്ക് ഗതികെട്ട കൊള്ളയും നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഈ പറഞ്ഞ ജലയുദ്ധം എന്നും പറഞ്ഞ് സമ്പർക്രാന്തിയിലൊരു ചാപ്റ്ററുണ്ട്. അത് കൊങ്കൺ ഏരിയയിലാണ് ആ നോവലിൽ നടക്കുന്നത്. പക്ഷേ അവിടെ അങ്ങനെ നടക്കാറില്ല. അവിടെ അത്യാവശ്യം വെള്ളമുള്ള സ്ഥലമാണ്. പക്ഷേ ഈ കോലാമുക്ക് ആവശ്യം പോലെ വെള്ളമുള്ള സ്ഥലമാണ്. ഈ വിദർഭ മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ പലയിടത്തുനിന്നും എല്ലാ വർഷവും വേനൽക്കാലത്ത് വാർത്ത വരും. ശ്രദ്ധിച്ച റെയിൽവേ വാർത്ത ഫോളോ ചെയ്താൽ മനസ്സിലാവും. അതായത് ഇങ്ങനെ എക്സ്പ്രസ് ട്രെയിൻ പാസ് ചെയ്ത് പോകുമ്പോൾ രാത്രി നേരത്തെ അവർ അതിനകത്ത് കയറിയിരുന്നിട്ട് ട്രെയിനിൽ എന്തായാലും വെള്ളം ഉണ്ടാകും. എല്ലാ ടോയ്ലറ്റിലും ഈ ടാങ്കിലും വെള്ളം ഫില്ല് ചെയ്തിരിക്കും. അപ്പോൾ ഇത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ ഏരിയ എത്തുമ്പോഴത്തേക്ക് ഒരു കുട്ടി എങ്ങനെ ആയിരിക്കും ട്രെയിനിൽ കയറുന്നത്. ഇവർ ചെയിൻ പുള്ളി ചെയ്ത് നിർത്തും. അവിടെ നിന്ന് പടപട 10 എല്ലാ ബോഗിയിലും ആൾക്കാർ കയറും. അവർ ഈ പൈപ്പിൽ ഈ വാഷ് ബേസ് ഇതിനകത്ത് കയറിയിട്ട് ടോയ്ലറ്റിൽ നിന്നൊക്കെ കുടത്തിലും പ്ലാസ്റ്റിക് കുടത്തിലൊക്കെ വെള്ളം പിടിച്ചിട്ട് 5 മിനിറ്റ് കൊണ്ട് നിറച്ച് ഒരു 10-100 പേര് ഇറങ്ങിപ്പോകും. ഇതൊരു ഇന്ത്യയിലെ സാധാരണ കാഴ്ചയാണ്. അതാണ് ഇന്ത്യയുടെ ഒരു ജലമോഷണത്തിൻ്റെ സംഗതി. ഇത് ആക്ച്വലി ഉള്ള സംഗതികളാണ്. നമുക്ക് ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കാരണം സദസ്സിന് കൊടുക്കണമല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഥകളോ നോവലുകളോ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് വളരെ വ്യത്യസ്തരായ മനുഷ്യരെ, അതിനേക്കാളേറെ വ്യത്യസ്തമായ സ്ഥലങ്ങളായിരുന്നു. വളരെ അത്ഭുതത്തോടുകൂടി കേട്ട സ്ഥലങ്ങൾ. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അടുത്ത് കിടക്കുന്ന സേലത്തിൻ്റെ ഇടയിലുള്ള റെയിൽവേ സ്റ്റേഷനുകളുടെ പേര് കണ്ട് തന്നെ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ മാഷ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തൂടെ കുറച്ചു കാലം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തതുകൊണ്ട് ആ സ്ഥലങ്ങളൊക്കെ കുറച്ചൊക്കെ എനിക്ക്, എന്നാലും കൊയ്യാമരത്തോപ്പ് എന്നൊക്കെ പറയുന്ന സ്ഥലം വളരെ അത്ഭുതത്തോടുകൂടി തന്നെയാണ് വായിച്ചത്. ഷിൻലാലിൻ്റെ നോവലിൽ ഷിൻലാൽ പറയുന്നുമുണ്ട് വളരെ വിചിത്രങ്ങളായ പേരുള്ള സ്റ്റേഷനുകൾ എന്നൊരു വാചകം സമ്പർക്കക്രാന്തിയിലുണ്ട്. അപ്പോൾ അതാണ് മാഷ് പറഞ്ഞ കറപ്പൂർ, തിന്നപ്പെട്ടി,
അപ്പോൾ ഈ ഓമല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം പത്തനംതിട്ട ജില്ലയിലുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ സേലത്തുണ്ട് എന്നുള്ളത് ഈ നോവൽ വായിച്ചപ്പോൾ. ചോദ്യം അതല്ല, ഈ കൂട്ടത്തിൽ എൻ്റെ ഒപ്പം ഞാൻ സംസാരിച്ചൊക്കെ പോകുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. അതിൽ വൈശാഖ മാഷ്ട കഥാപാത്രമാണെങ്കിൽ എനിക്ക് മുരുകനടിമയാണ് എപ്പോഴും എൻ്റെ കൂടെയുള്ളൊരു കഥാപാത്രം. അതുപോലെ കലൈ ശെൽവിയുണ്ട്, അതേപോലെ തന്നെ സമീറ ഫാത്തിമയുണ്ട്. അങ്ങനെ ആ തരത്തിൽ ഈ ജോലിക്കാലത്ത് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരാളെ പറ്റി ഓരോരുത്തരും സംസാരിക്കും. ഞാൻ ഈ അടുത്ത ദേശാഭിമാനി ഓണപ്പതിപ്പിൽ അതിൻ്റെ വിശദപ്രതിയിൽ റെയിൽവേയിലെ എൻ്റെ ഒടുവിലത്തെ ഡ്യൂട്ടിയാണ് എഴുതിയിരുന്നത്. മരണത്തിനെ നേരിട്ട് കണ്ട ഒരു ഡ്യൂട്ടിയായിരുന്നത്. നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്തൊരു ടെൻ്റ് അടിച്ചിട്ടുള്ള ഡ്യൂട്ടിയായിരുന്നു. ആ ട്രയാങ്കിൾ പിടിപ്പിക്കുന്ന സമയം വേറെ ഒരു അനുഭവം അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരാളെക്കുറിച്ച് പറഞ്ഞാൽ, ഞാൻ ഈ ബിട്രഗുണ്ട എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് പണ്ട് ഈ സ്റ്റീം എഞ്ചിനുകൾ, കൽക്കരി വണ്ടികളുടെ ഒരു ഷെഡുള്ള സ്ഥലമാണ് ബിട്രഗുണ്ട. ഈ ബിട്രഗുണ്ടയുടെ തൊട്ടിപ്പുറത്ത് ഒരു ചെറിയ സ്റ്റേഷനുണ്ട്, അല്ലൂർ റോഡ് എന്നാണ് സ്റ്റേഷൻ്റെ പേര്. അപ്പം ഞാൻ ഈ റിലീവിങ് ഡ്യൂട്ടി ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടി വരും. നിയമം പാലിക്കാൻ പറ്റില്ല. നിയമം അനുസരിച്ച് ഒരു സ്റ്റേഷനിൽ, പുതിയൊരു സ്റ്റേഷനിൽ ചെന്നാൽ 2 ദിവസം ആ സ്റ്റേഷനെക്കുറിച്ച് പഠിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. ഒരിക്കലും അത് സാധിക്കില്ല. സ്റ്റേഷൻ വർക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞ കുറച്ച് പേജുകളുള്ളൊരു പുസ്തകമുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കി ഈ സ്റ്റേഷൻ്റെ ഇറക്കം കയറ്റം, അതായത് ഗ്രേഡിയൻസ് എന്നാണ് പറയുക, പിന്നെ ലെവൽ ക്രോസിങ്, അവിടെയുള്ള ട്രാഫിക്, ഇതൊക്കെ നമ്മൾ പഠിക്കണം. സിഗ്നൽസ് പഠിക്കണം. ഇതെല്ലാം കൂടി നമുക്ക് 1 മണിക്കൂറൊക്കെ കിട്ടുകയുള്ളൂ. കാരണം എമർജൻസിയിൽ നമ്മൾ ഡ്യൂട്ടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ വേദായപാലം എന്നൊരു സ്ഥലങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ സമയപുരം എന്നൊരു സ്റ്റേഷനുണ്ട് അല്ലേ? സമയപുരം, പട്ടി എന്ന് വെച്ചാൽ ഗ്രാമം എന്നർത്ഥം. പെട്ടികൾ, അതുപോലെ മേൽപ്പെട്ടി കീഴ്പ്പെട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുമ്പം പെട്ടെന്നൊരു ഓർഡർ വരികയാണ്. ഈ അല്ലൂർ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് അൺഇൻ്റർലോക്ക്ഡ് വർക്കിംഗ് ആണ്. അൺഇൻ്റർലോക്ക്ഡ് വർക്കിംഗ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവില്ല. ഒരു കാര്യം ഞാൻ പറയാം, 3ാമത്തെ ലൈനിലേക്കാണ് ലൈൻ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ 2ാമത്തെ ലൈനിലേക്ക് സിഗ്നൽ ഇടാൻ പറ്റില്ല. 3ാമത്തെ ലൈൻ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അതാണ് ഇൻ്റർലോക്കിംഗ് സേഫ്റ്റി എന്ന് പറയുന്നത്. വളരെ സേഫ്റ്റിയാണ്, 100% സേഫ്റ്റിയാണ്. പക്ഷേ പുതിയ ലൈനുകൾ ഘടിപ്പിക്കേണ്ടിയൊക്കെ വരുമ്പോൾ ഈ സേഫ്റ്റി എല്ലാം എടുത്തു കളഞ്ഞ് അൺഇൻ്റർലോക്ക്ഡ് വർക്കിംഗ് ആവും. വേണമെങ്കിൽ 4ാമത്തെ ലൈനിലേക്ക് ലൈൻ സെറ്റ് ചെയ്തിട്ട് 1ാമത്തെ ലൈനിൽ സിഗ്നൽ ഇടാൻ പറ്റും. വലിയ ആക്സിഡൻറ്റ് നടക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അവിടെ ചെന്ന് ഡ്യൂട്ടി എടുക്കണം. ഒരാൾ 18 മണിക്കൂറായി ജോലി ചെയ്യുകയാണെന്ന് എനിക്ക് രാത്രി 8 മണിക്കാണ് മെസ്സേജ് തരുന്നത്. ഞാൻ പെട്ടെന്ന്, അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു എൻജിൻ വരും, അതിൽ പോകണം. എൻജിനും ബ്രേക്ക് വാനും, രാമകൃഷ്ണൻ പറഞ്ഞ ഗാർഡിൻ്റെ ആ പെട്ടിയില്ല, അതിൻ്റെ പേരാണ് ബ്രേക്ക് വാൻ. അപ്പോൾ ഈ പറഞ്ഞതനുസരിച്ച് എൻജിനും ബ്രേക്ക് വാനും വന്നു. രാത്രി 8 മണിക്ക് ഞാൻ ഈ കരിവണ്ടിയുടെ ബ്രേക്ക് വാനിൽ കയറി പോവാണ്. പോയി അല്ലൂർ റോഡിൽ കൊണ്ട് ഇറക്കി. അപ്പോൾ ഏകദേശം 9 മണി കഴിഞ്ഞിട്ടുണ്ട്. അല്ലൂർ റോഡിൽ കൊണ്ട് ഇറക്കി. ക്യാബിനിലാണ് ഡ്യൂട്ടി. നേരെ ക്യാബിനിൽ പോയി. ലൈറ്റില്ല, 2 പാനീസുകളൊക്കെയാണുള്ളത്. അൺഇൻ്റർലോക്ക്ഡ് വർക്കിംഗ് ആണ്. ഭയങ്കര ഡേഞ്ചറസ് ആയ, സൂക്ഷിച്ചില്ലെങ്കിൽ ഹൗറ മെയിലൊക്കെ പോകുന്ന സ്ഥലമാണ്. മാക്സിമം സ്പീഡ്, ഗ്രാൻഡ് ട്രങ്ക് എക്സ്പ്രസ്, മാക്സിമം സ്പീഡുള്ള വണ്ടികൾ പോകുന്ന സ്ഥലം. ഡ്യൂട്ടി എടുക്കാൻ പറ്റില്ല. ഒരുത്തം 18 മണിക്കൂറായി ബോധം കെടാൻ പോവാണ്. ഡ്യൂട്ടി എടുത്തു കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഡ്യൂട്ടി എടുത്തു 2-3 ട്രെയിൻ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആലോചിക്കുന്നത്, ഭക്ഷണമില്ല, ഭക്ഷണം കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പം അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ 2-3 കിലോമീറ്റർ അപ്പുറത്തൊരു കടയുള്ളൂ, അതിപ്പോൾ അടച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മാർഗ്ഗവുമില്ല. അപ്പം ഞാൻ ബിട്രഗുണ്ട എന്ന സ്റ്റേഷന് തൊട്ടപ്പുറത്ത്, വലിയ സ്റ്റേഷനാണ്. അവിടെ ഹൗസ് ഓഫ് ദി സ്റ്റീൽ ഹോഴ്സസ് എന്ന് പറഞ്ഞൊരു വലിയ റൗണ്ടൊക്കെ ഉണ്ട്. അവിടെയാണ് ഈ കരിവണ്ടികളെ കൊണ്ടിടുന്ന ഷെഡ്. അപ്പോൾ അവിടുത്തെ ക്യാബിനിലെ സ്റ്റേഷൻ മാസ്റ്ററോട് പറഞ്ഞു, എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ച് കൊടുത്തയക്കണം എന്ന് പറഞ്ഞു. അയാൾ ഒരു ബിരിയാണി വാങ്ങിച്ചിട്ട് അടുത്ത ഗുഡ്സ് കൊടുത്തയക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് രാത്രി 11 മണിയായി. ഈ ഗുഡ്സ് വരികയാണ്. ഇതിൻ്റെ ഗാർഡിൻ്റെ ഇടയിൽ കൊടുത്തിരിക്കുകയാണ് പാക്കറ്റ്. അപ്പോൾ ഞാൻ മറ്റേ ക്യാബിനിൽ പോയിൻറ്റ്സ്മാനാണ്. അവിടെ സ്റ്റേഷൻ മാസ്റ്റർ ആവശ്യമില്ല, പോയിൻറ്റ്സ്മാൻ. അയാളോട് പറഞ്ഞു സിഗ്നൽ ഇടരുതെന്ന് പറഞ്ഞു. കാരണം സിഗ്നൽ ഇടാതിരുന്നാലേ വണ്ടി നിൽക്കുകയുള്ളൂ. വണ്ടി നിന്നാലേ എൻ്റെ പോട്ടർക്ക് ഈ ബ്രേക്ക് വാനിൽ നിന്ന് ഈ ബിരിയാണി പാക്കറ്റ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. രാത്രി 11 മണിയായ സമയം. അപ്പോൾ ഈ ഗുഡ്സ് ഇങ്ങനെ വരുന്നു, അതിൻ്റെ ഹെഡ്ലൈറ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് അടിക്കുന്നു. ഇങ്ങനെ ഇത് സിഗ്നൽ ഇട്ടിട്ടില്ല നോക്കി സന്തോഷമായിട്ട് നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് അയാൾ സിഗ്നൽ അങ്ങ് ഇട്ടു. അയാൾ വണ്ടി ഉള്ളിൽ വന്നെന്ന് ധരിച്ചിട്ട് സിഗ്നൽ ഇട്ടു. എൻ്റെ പോട്ടർ വായും പൊളിച്ച് നിൽക്കുന്നു, ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നു.
നമ്മുടെ ബിരിയാണി പാക്കറ്റ് പോകുന്നതെന്ന് നോക്കി ഞാനിങ്ങനെ നിന്നു. അടുത്ത സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്, വണ്ടി നിർത്തി അത് വാങ്ങിക്കണം, ഇവിടെ പട്ടിണിയാണ്. അടുത്ത സ്റ്റേഷൻ മാസ്റ്റർ വണ്ടി നിർത്തി ബിരിയാണി പാക്കറ്റ് വാങ്ങിച്ചു. തിരിച്ചുള്ള ഒരു വണ്ടിയിൽ വേണ്ടേ അത് വരാൻ. രാത്രി 3:30 മണിക്ക് തിരിച്ചൊരു വണ്ടിയിൽ ആ ചീഞ്ഞ പാക്കറ്റ് ഇവിടെ വന്നെത്താണ്. ഇതിനുള്ളിൽ വിശപ്പ് സഹിക്കാൻ പാടില്ലാതായി. മറക്കാനാവാത്തൊരാൾ, സ്റ്റേഷൻ മാസ്റ്റർ പ്രായമായി റിട്ടയർ ചെയ്യാറ് ആളാണ്. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെയാണ് അവസ്ഥ, ഇനി ഞാനീ കണ്ണു കാണാൻ പാടാതെ ആയിപ്പോവും, ഈ വല വണ്ടിയും കൂട്ടിയിടിച്ചു ആളുകൾ മരിക്കും. അപ്പോൾ അങ്ങേര് ഒരു 10 പച്ചനാടൻ പഴം കൊടുത്തയച്ചു. 10 എണ്ണം. അങ്ങേരെ മറക്കാൻ പറ്റുമോ നമുക്ക്? ഈ രാത്രി 3:30 മണിക്കാണെങ്കിലും വിശപ്പ്. അന്നൊക്കെ 25 വയസ്സിലെ 26 വയസ്സിലെ കാര്യം പറയണേ. അപ്പോൾ ഈ 10 പച്ചനാടൻ പഴത്തിൽ 8 എണ്ണം ഞാൻ കഴിച്ചു. വയറും വല്ലാണ്ട് തോന്നുന്നുണ്ട്. പോട്ടർക്കും കൊടുത്തു 2 എണ്ണം, 2 പോട്ടർമാർക്കും ഓരോന്ന് കൊടുത്തു. ഇങ്ങനെ രക്ഷപ്പെട്ടവർ ഇങ്ങനെ പല സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സന്ദർഭം പറയുക. അപ്പം ഷിനിലാൽ പറഞ്ഞല്ലോ, റെയിൽവേ നിങ്ങൾക്ക് എന്ത് തന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അഹംഭാവം ഇല്ലാണ്ടാക്കി, തീരെ അഹംഭാവം ഇല്ലാണ്ടാക്കി. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയിലെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതം നേരിട്ട് കാണാൻ ഉള്ള അവസരം തന്നു. മൂന്നാമത്തെ കാര്യം, ഏത് വിപരീത പരിസ്ഥിതിയിലും ജീവിക്കാൻ കഴിയും എന്നുള്ളത്. വെറും കഞ്ഞിയും ഒരു ഉപ്പിലിട്ടൊന്ന് പാക്കറ്റ് ഉണ്ടെങ്കിൽ ജീവിച്ചു പോകുന്നുള്ള അവസ്ഥയിൽ ഞാൻ, അത് ഷിനിലാൽ പറഞ്ഞ വളരെ ശരിയാണ്. ഇതാ എനിക്ക് പറയാനുള്ളൂ. അതെ, ഞാൻ റെയിൽവേ ചേർന്ന് ആദ്യകാലത്ത് പരിചയപ്പെട്ട ഒരാളെയാണ്, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. ഞാൻ സേലത്തൊക്കെ ജോലി ചെയ്തതിന് ശേഷം പാലക്കാടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നു. അപ്പോൾ ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. വലിയ ആവേശത്തിലാണ്. എന്താണെന്ന് വെച്ചാൽ റെയിൽവേ തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിച്ച് അനീതികൾക്കെതിരെ അതിശക്തമായിട്ട് പോരാടണം എന്നൊക്കെ പറഞ്ഞാണ് അപ്പോൾ അതിന് ഓരോരുത്തരെയായിട്ട് പോയി കാണുന്നത്. അപ്പോൾ ആളുകൾക്കൊക്കെ നമ്മുടെ ഈ ആവേശമൊന്നും അവർക്ക് കാണുന്നില്ല പറയും. അപ്പോൾ ഓരോരുത്തരോട് ചോദിക്കുമ്പോൾ അവർ വളരെ ഡള്ളായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ വിചാരിച്ചു, എന്താ ഇവർ ഒക്കെ ഇങ്ങനെ പേടിക്കുന്നത്, എന്തിനും പേടിക്കേണ്ട കാര്യമുണ്ടോ, നമ്മുടെ റൈറ്റ് അല്ലേ നമ്മൾ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ. ഒരു 26-27 വയസ്സുള്ളൂ. അപ്പോൾ അതിൽ ഒരു കീമാൻ എന്ന് പറഞ്ഞാൽ ഗ്യാങ് മാൻ പോലെ അതൊന്ന് അടുത്തതിലേക്ക് വരുന്നതാണ്. അയാൾ മാണിക്യം എന്നാണ് പേര്, കൊഴിഞ്ഞമ്പാറയിലുള്ളത്. അപ്പോൾ അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ഞാനൊരു കാര്യം പറയാം, ഒരു 10 മിനിറ്റ് ഇതൊന്ന് കേൾക്കണം, എന്നിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ വരാത്തതെന്നും. അപ്പോൾ ഞാൻ മിണ്ടാതെ കേൾക്കുന്നത്, ഈ റെയിൽവേയിൽ വലിയൊരു സമരം നടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 81-ലാണ് ചേരുന്നത്. 74 റെയിൽവേ സമരം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സമരമാണ്. മാഷ് മാത്രമല്ല, ഒരുപാട് ആളുകൾ ഒളിവിൽ പോയി ജയിലിൽ പോയി സമരം. ഇങ്ങനെ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ കേൾക്കുകയല്ല, അത് അനുഭവിച്ച ആളുകളാണ്. അനുഭവിക്കുക മാത്രമല്ല, സമരത്തിൽ പങ്കെടുത്തതിന് മിസ അനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട ആളാണ്. ഒരുപാട് ദിവസം ജയിലിൽ കിടക്കേണ്ട വന്നു. അത് കഴിഞ്ഞ് പിരിച്ചുവിട്ടു. 3 കൊല്ലത്തിലേറെ പുറത്തു നിന്നതിന് ശേഷം 77 ജനതാ മന്ത്രിസഭ വന്നപ്പോഴാണ് ഞങ്ങളെയൊക്കെ തിരിച്ചെടുത്തത്. ഞങ്ങൾ പലരും വളരെ ദുരിതം പിടിച്ച പല ജോലികളും ചെയ്തിട്ടാണ് ഈ കാലത്ത് ജീവിക്കേണ്ടി വന്നത്. ഇനി ഞങ്ങൾക്ക് വീണ്ടും ഇതിന് ധൈര്യമില്ല. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറഞ്ഞു. ഇദ്ദേഹം തീവണ്ടി മറിക്കാൻ കൂട്ടുനിന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇയാൾക്കെതിരെ കേസ് ചാർജ് ചെയ്തത്. കെട്ടിച്ചമച്ച കേസാണ്. ഇയാൾ തീവണ്ടി മറിക്കാനൊന്നും പോയിട്ടുള്ള ആളല്ല. പക്ഷേ തീവണ്ടി മറിക്കാനായി ശ്രമിച്ചു എന്നും പറഞ്ഞ് നോൺ ബൈലബിളായിട്ടുള്ള ഇത് വെച്ച് അറസ്റ്റ് ചെയ്തു. ഇയാൾ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇയാൾ ഒളിവിൽ പോയ സമയത്ത് ക്വാർട്ടേഴ്സുകളിൽ ഉള്ള ആളുകളെ രാത്രി 11 മണി 12 മണിക്കൊക്കെ RPF വന്ന് ബലമായിട്ട് പുറത്തിറക്കി അച്ഛനെയും അമ്മയും കുട്ടികളെയും എല്ലാവരെയും പുറത്തിറക്കിയിട്ട് ആ ക്വാർട്ടേഴ്സ് അടച്ച് സീൽ ചെയ്തു. എന്നുവെച്ചാൽ പല തരത്തിലുള്ള പ്രലോഭനങ്ങളും ഭീഷണികളും കൊണ്ട് ഈ സമരം പരാജയപ്പെടുത്താൻ നോക്കി. കുറേ ആളുകൾക്ക് പൈസ കൊടുത്തിട്ട് മറ്റു തരത്തിലൊക്കെ പ്രലോഭിപ്പിച്ചിട്ട് വരുന്നില്ല. ഭീഷണിപ്പെടുത്തി നോക്കിയിട്ടും അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടും ഒളിവിൽ പോവുകയാണ്, വരുന്നില്ല. അപ്പോൾ ചെയ്ത കാര്യമായിരുന്നു, ഫാമിലി ക്വാർട്ടേഴ്സിലുണ്ടാവും, അവരെ പുറത്താക്കി ക്വാർട്ടേഴ്സ് അടച്ച് സീൽ ചെയ്യാം. അന്ന് ഈ 70കളിലൊക്കെ മിക്കവാറും ആളുകൾക്ക് 4-5 കുട്ടികളൊക്കെ ഉണ്ടാവും, അച്ഛനമ്മമാരെ കൂടെ ഉണ്ടാവും. വലിയ ഫാമിലിയാണ് മിക്ക ആളുകളുടെ ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയുടെ
8 പേരുണ്ട്. അയാളുടെ ഭാര്യയും മക്കളും അച്ഛനും അമ്മയടക്കം 8 പേരുണ്ട്. ഈ 8 പേര് ഉള്ള ഈ കുടുംബത്തിനെയാണ് രാത്രി 12 മണിയാകുമ്പോൾ പുറത്താക്കി പശുക്കളെ നോക്കിയിട്ട് അവർ കുറച്ച് പൈസ ഒക്കെ കിട്ടാൻ വേണ്ടി പശുവിനെയൊക്കെ അടുത്ത വീട്ടിലെവിടെയോ ഏൽപ്പിച്ച് പാതിരയ്ക്ക് കൊഴിഞ്ഞമ്പാറയിലേക്ക് ഒരു കാളവണ്ടിയിൽ അവർക്ക് പോകണ്ടോ. ഇവരുടെ കൂടെയുള്ള ബാക്കി യൂണിയൻ്റെ ആളുകളൊക്കെ കൂടി ഒരു കാളവണ്ടി അറേഞ്ച് ചെയ്ത് കൊടുത്ത് അതിൽ കയറ്റി ഇവരെല്ലാം കൂടെ വീട്ടിലേക്ക് അയക്കുക. അപ്പോൾ വീട്ടിൽ പോകണം ഇവൻ്റെ വീട്ടിലേക്കല്ല, ഇയാളുടെ അങ്ങനെ വീടില്ല. ഇയാളുടെ വീടും അയാളുടെ അച്ഛനും അമ്മമാരും ഒക്കെ ക്വാർട്ടേഴ്സ് തന്നെയാണ്. റിട്ടയർ ചെയ്യുമ്പോഴാണ് വീടിനെ പറ്റി അക്കാലത്ത് ചിന്തിക്കുന്നത്. ഭാര്യ വീട്ടിലേക്കാണ് പോകും. വെളിച്ചാകുമ്പോഴാണ് ഒരു ഭാര്യ വീട്ടിനടുത്ത് ചെല്ലുമ്പോൾ ഭാര്യയുടെ അച്ഛൻ പറയുകയാണ്, എൻ്റെ മകളകത്തേക്ക് വന്നോട്ടെ, ബാക്കി ആളുകളകത്തേക്ക് വരണ്ട. അവൻ അനാവശ്യമായിട്ട് ഇത് കൊടി പിടിക്കാനും സമരം ചെയ്യാനും പോയിട്ടല്ലേ, അവർക്ക് ആർക്കും അകത്തേക്ക്. ഇയാളുടെ ഭാര്യ അതിന് എതിരെ എന്നാൽ ഞാനും വരുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു. ഈ പാലക്കാട് ഈ പിരിവുശാലയിൽ നിന്ന് പൊള്ളാച്ചിക്ക് പോകുന്നൊരു റോഡുണ്ട്. പോകുമ്പോൾ നിറയെ വലിയ പുളിമരങ്ങൾ കാണും. ഈ ഇലപ്പുള്ളി ഇതൊക്കെ കഴിഞ്ഞ് ഒരു പുളിമരത്തിൻ്റെ ചോട്ടിൽ ഒരു ചായക്കട നടത്തി 3 കൊല്ലം അവർ ഈ കുടുംബത്തിനെ മുഴുവൻ നോക്കി ജീവിച്ചു. ഇയാളെ അറസ്റ്റ് ചെയ്തു, ഇതിനിടയ്ക്ക് ജയിലിൽ പോയി. ഇതൊക്കെ കഴിഞ്ഞു പിന്നീട് ഇത് തിരിച്ചെടുത്തതിന് ശേഷമാണ് ഇവർ വീണ്ടും പാലക്കാട്ടേക്ക് പോയി. ഞാൻ ആ അനുഭവം ഇയാൾ പറഞ്ഞത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അയാൾക്ക് എങ്ങനെ ഞാൻ ട്രേഡ് യൂണിയൻ ഇതിലേക്ക് വിളിച്ച അയാൾക്ക് വരാൻ പറ്റും? അയാൾ ആ പറയുന്ന ഇത് അയാളുടെ ഇത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരോർമ്മ. കുറേ മനുഷ്യരും കുറേ അനുഭവങ്ങളും മനസ്സിലുണ്ടെങ്കിൽ ഞാൻ വളരെ ചുരുക്കി ഒരാളുടെ കാര്യം മാത്രം പറയാം. അത് ബാംഗ്ലൂരിൽ നിന്ന് അർസിക്കര, ദാവൺകര, ബെല്ലാരി ആ ഭാഗത്തൊക്കെ കണ്ട പോകുന്ന ഒരു പാസഞ്ചർ ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്യുമായിരുന്നു. അപ്പോൾ അതിലറിയാം കുറേ ഗ്രാമപ്രദേശത്തോട്ട് ചെല്ലുമ്പോൾ ഗ്രാമീണർ ചിലപ്പോൾ ആടിനെയൊക്കെ കൊണ്ട് വന്ന് കയറുന്ന പാസഞ്ചറാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കും എൻ്റെ ഓപ്പോസിറ്റ് സീറ്റിലിരിക്കുന്നത് ഒരു തിബറ്റൻ ചെറുപ്പക്കാരനാണ്. അവർക്കൊരു 20 വയസ്സൊക്കെ വരുള്ളൂ. ഈ നിങ്ങൾക്കറിയാം ഈ കർണാടകയിലെ തിബറ്റൻ സെറ്റിൽമെൻ്റ് ഉണ്ട്, അവിടെ നിന്ന് കണ്ട വരുന്ന പയ്യനാണ്. അപ്പം ഇവൻ അവിടെ ഇരിക്കുന്നു. ഇടയ്ക്ക് ഞാനവനെ ഇങ്ങനെ കൗതുകരമായി നോക്കിക്കൊണ്ടിരിക്കുന്നു. അന്തർമുഖനാണ്, സംസാരിക്കുന്നില്ല. ഞാനും അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുമില്ല. അങ്ങനെ ഇരിക്കുന്നു. കുറച്ച് നേരം കഴിയുമ്പോൾ അവൻ്റെ കയ്യിൽ പേനയൊക്കെ ഉള്ള എനിക്ക് കാണാം, ഉണ്ട്, പേനയെല്ലാം ഉണ്ട്. ഇവൻ ടോയ്ലറ്റിൽ പോകുന്നു, കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അപ്പോൾ ഞാൻ പിന്നീട് ടോയ്ലറ്റിൽ പോയി നോക്കിയപ്പോൾ അവിടെ ഒരു ടോയ്ലറ്റിനകത്ത് നമുക്കറിയാം ഈ കക്കൂസിലെ സാഹിത്യം നമുക്കറിയാമല്ലോ എന്താണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ പയ്യൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യു മേ ലവ് ഗേൾസ് ബട്ട് ഐ ലവ് തിബറ്റ് എന്നാണ് അവൻ എഴുതിയിരിക്കുന്നത്. ഒരു വട്ടത്തിൽ ഒരു ലവ് ചിഹ്നമൊക്കെ ഇട്ടിട്ട് അവൻ എഴുതിയ അക്ഷരങ്ങൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വളരെ നിഷ്കളങ്കമായ വളരെ ചെറിയ കണ്ണുകളുള്ള ഒരു പയ്യൻ, സുന്ദരനായ. അപ്പോൾ അവൻ, നമ്മൾ ആലോചിച്ച് നോക്കണം, 50കളിൽ ഈ പലായനം ചെയ്ത് വന്നവരുടെ രണ്ടാം തലമുറയാണ് അവൻ, രണ്ടാമത്തെ തലമുറയിലുള്ളവനാണ്. അവനിപ്പോഴും ഈ ഭൂമിയെ, ഈ ഹിമപ്രദേശത്തെ ആ ഒരു ഭൂമിയെ സ്വപ്നം കണ്ടുകൊണ്ട് അവനിപ്പോഴും ജീവിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവനെ നോക്കിയിരുന്നപ്പം ഈ ആദ്യം കണ്ടവനല്ല, ഞാൻ ആദ്യം ഇവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കൗതുകത്തിൽ നോക്കുകയാണ്. പിന്നീട് ഞാൻ ടോയ്ലറ്റിൽ പോയി അവൻ എഴുതിയത് വായിച്ചിട്ട് തിരിച്ചു വന്ന് വായിക്കുമ്പോൾ ഞാൻ അതുവരെ കണ്ട ചെറുപ്പക്കാരനല്ല, അവൻ പുതിയൊരാളായി. അവനിങ്ങനെ ഒരു വലിയ സമൂഹത്തിൻ്റെ സ്വപ്നം ഇങ്ങനെ അടുത്ത തലമുറകളിലേക്ക് പകർന്ന് കൊണ്ടുപോകുന്ന ഒരുത്തനായിട്ട് എനിക്ക് അവനെ ഫീൽ ചെയ്തു. അവന് ഒരുപക്ഷെ എനിക്ക് ഒരുപാട് മനുഷ്യരെ കണ്ട അനുഭവങ്ങളുണ്ട്, ഒരുപാട് നല്ലതും ദുരനുഭവങ്ങളും സങ്കടപ്പെടുത്തുന്നതും സന്തോഷിപ്പിക്കുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ഒരാളെ എടുത്ത് പറഞ്ഞാൽ ഞാൻ ഈ പയ്യനെ ഓർമ്മിക്കും. ഞാൻ അവനോട് ജസ്റ്റ് 1-2 വാക്കിൽ മാത്രം സംസാരിച്ചു പോയ ഒരാളാണ്. ഇതാണ് ആ ഒരാൾ. സദസ്സിന് വിടുകയാണ്. 1-2 പേർക്ക് വളരെ ചെറിയ ചോദ്യങ്ങൾ, സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. ഒരുപാട് അനുഭവങ്ങൾ ഇവരിൽ നിന്നും കേൾക്കാനുണ്ട്. ഇത്രയും സമയം പോരാ എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും അടുത്ത സെഷനിലേക്ക് പോകേണ്ടതുണ്ട്. മോഡറേറ്റർ ബഹളം വയ്ക്കിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. മൈക്ക് കൊടുക്കും ഹസീന. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ സദേൺ റെയിൽവേയുടെ തിരക്കേടില്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ജനിച്ചു വളർന്ന ആളാണ്. ആലുവായി നാപരനാമത്തിൽ ആലുവ എന്നറിയപ്പെടുന്നൊരു സ്ഥലം. അപ്പോൾ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കൽക്കരി വണ്ടി,
അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ ചെന്നിട്ട് അവിടെ സ്റ്റേഷൻ മാസ്റ്റർ മുറിയിലൊരു ഒരു 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 ഒരുപാട് LED ബൾബുകൾ കത്തിച്ചൊരു സാധനം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണാൻ പറ്റും. അപ്പോൾ അത് നോക്കിക്കണ്ട് ഇത് എന്താണ് എന്ന അത്ഭുതത്തോടെ നോക്കിയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ ഒരു ടെക്നിക്കാലിറ്റി റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി അതിൻ്റെ പേര് പോലും നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് നല്ല ഉത്തരം കിട്ടുമെന്നുള്ള വ്യക്തമായ ആളുകളോടായതുകൊണ്ട് ആ ഒരു യന്ത്രത്തിന് ഒരു ജീവിതത്തിൻ്റെ ഒരു മുഖം ഞങ്ങൾക്കൊക്കെ അന്ന് ചെറുപ്പത്തിൽ കാണാൻ സാധിച്ചിരുന്നു. ഇന്നതിപ്പോഴും റെയിൽവേയിൽ ഉണ്ടോ? അതിൽ നിന്നൊരു ജീവിതത്തെ കണ്ടെത്താൻ സാധിക്കുന്ന യാത്രകളെ നിയന്ത്രിക്കുന്നതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ആക്ച്വലി എന്താണ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഈ റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്റർ മുറിയിൽ ഒരു 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 ഒരുപാട് LED ബൾബുകൾ പോലെ ഒരു പാനലുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അതിനകത്ത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഇതൊക്കെ നോക്കി കണ്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത് വളരെ കൗതുകത്തോടെ നോക്കി കണ്ടിട്ടുണ്ട്. അതിനകത്ത് നിന്ന് ജീവിതത്തെ കണ്ട അല്ലെങ്കിൽ യാത്രകൾ കണ്ട ഒരനുഭവമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്തായിരുന്നു അത്, അതിനെക്കുറിച്ചൊരു എക്സ്പ്ലനേഷൻ, ദാറ്റ്സ് ഓൾ. അതായത് മുമ്പ് ഈ റെയിൽവേയിൽ സിഗ്നൽസും ക്യാബിനുകളുണ്ടായിരുന്നു. ക്യാബിനുകളിൽ പോയിൻറ്റ്സ്മെൻ എന്ന് പറഞ്ഞ ആളുകളെ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ക്യാബിനിൽ നിന്ന് മെക്കാനിക്കലായിട്ട് ഒരു ലിവർ ഇങ്ങനെ വലിക്കുമ്പോഴാണ് ഒരു ലൈൻ മറ്റൊരു ലൈനിലേക്ക് കണക്റ്റ് ആവുന്നത്. എന്നിട്ടാണ് സിഗ്നലിനും അതുപോലെ ലിവർ വലിക്കുക ചെയ്യണേ. അപ്പോൾ എൻ്റെയൊക്കെ ജോലി തുടങ്ങുന്ന കാലത്ത് അങ്ങനെയാണ്. ഞാനും വലിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഈ പോയിൻറ്റ്സ്മാൻ വലിച്ചാൽ ചിലപ്പം സമയത്തിന് വണ്ടി പോകില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സിഗ്നലിംഗ് സിസ്റ്റം മാറുകയാണ്. അങ്ങനെ മാറി വന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇതിൽ ക്യാബിനുകൾ ഇല്ലാണ്ടായി, പോയിൻറ്റ്സ്മാൻ ഇല്ല. ഒരുപാട് ജോലികൾ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ റൂമിൻ്റെ ഉള്ളിൽ, വലിയ സ്റ്റേഷനുകളിൽ ക്യാബിൻ്റെ ഉള്ളിലായിരിക്കും വലിയൊരു പാനലുണ്ട്. ആ പാനലിൻ്റെ ബട്ടണുകൾ പ്രസ് ചെയ്താൽ അവിടെ മോട്ടർ പ്രവർത്തിച്ച് ലൈനുകൾ ഒന്നാവും. അതായത് ഇപ്പോൾ രണ്ടാമത്തെ ലൈനും മൂന്നാമത്തെ ലൈനും തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഒരു ബട്ടൺ അമർത്തിയിട്ട് ഒരു നോബ് തിരിച്ചാൽ മതി. അപ്പോൾ കംപ്ലീറ്റ് കൺട്രോൾ സ്റ്റേഷൻ മാസ്റ്ററുടെ കയ്യിലാണ്. ഇങ്ങനെ ചെയ്താൽ സിഗ്നൽ ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽ പച്ചയാവും. നടുക്ക് ഏതെങ്കിലും ഗേറ്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് സിഗ്നൽ കിട്ടും. അയാൾ ഗേറ്റ് അടച്ചാൽ മാത്രമേ സിഗ്നൽ പച്ചയാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ആ സ്റ്റേഷൻ മാസ്റ്ററുടെ റൂമിലുള്ള ആ വലിയ പാനൽ എന്ന് പറയുന്ന സംഗതി. പാനൽ സിസ്റ്റം അത് ആദ്യമായിട്ട് ജപ്പാൻകാരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കേരളത്തിൽ വന്നിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. മദ്രാസിലൊക്കെ നേരത്തെ ഉണ്ട്. സെൻട്രലൈസ്ഡ് ട്രാഫിക് കൺട്രോൾ എന്ന് പറഞ്ഞ എഗ്മൂർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഇതാണ് കാര്യം. പാനലാണത്. റെയിലുകളെ നിയന്ത്രിക്കുകയും സിഗ്നലുകളെ നിയന്ത്രിക്കുകയും ലെവൽ ക്രോസിംഗ് ഗേറ്റുകളെ നിയന്ത്രിക്കുകയും ചെയ്യും. അപ്പം 100% സേഫ്റ്റിയാണ് ലക്ഷ്യം. നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി വരുന്നു. ഒരു അതിൻ്റെ വളരെ ബാഹ്യമായ ചില തലങ്ങളിലൂടെ കടന്നു പോകാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇവരെ ഓരോരുത്തരെ ഒരു ഉച്ചവരെയുള്ള സമയത്തിരുത്തി സംസാരിക്കാൻ മാത്രമുണ്ട് എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തീവണ്ടി സാഹിത്യം എന്നത് ഇനി വായിച്ച് ബാക്കി നിങ്ങൾക്ക് പിന്നാലെ പോകാവുന്നതാണ് എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 3 തലത്തിലുള്ള കഥകളാണ്. ഷിൻലാലിൻ്റെ കഥ വായിക്കുമ്പോൾ ഇന്ത്യ അമേധ്യത്തിൽ കിടക്കുന്നു എന്ന വാചകത്തിൽ നിന്ന് തുടങ്ങുന്ന ഫാസിസത്തിനെതിരെയുള്ള സമരമാണത്. ഇവിടെ അത് മറ്റ് ചിലതാണ്. കെടുകാര്യസ്ഥത എങ്ങനെ റെയിൽവേ എന്ന് പറയുന്ന സ്ഥാപനത്തെ ഇല്ലാതാക്കുന്നു. മാഷിൻ്റെ കഥകളിൽ മറക്കാനാകാത്ത മനുഷ്യരുമാണ്. നന്ദി. തീവണ്ടി സാഹിത്യം കേരളം എന്ന വിഷയത്തിലുള്ള പാനൽ ചർച്ച അവസാനിക്കുകയാണ്. നന്ദി ഡോക്ടർ മിനി പ്രസാദ്, വൈശാഖം മാഷ്, ശ്രീ TD രാമകൃഷ്ണൻ, ശ്രീ ഷിനിലാൽ. സാംസ്കാരിക പത്രപ്രവർത്തനവും തുടക്കവും തുടർച്ചകളും എന്ന വിഷയത്തിലുള്ള പാനൽ ചർച്ചയാണ് അടുത്തതായി ഈ വേദിയിൽ നടക്കുന്നത്. ഈ പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് MP സുരേന്ദ്രൻ, ഷിബു മുഹമ്മദ്, ശ്രീകാന്ത് കോട്ടക്കൽ, ജമാൽ കൊച്ചങ്ങാടി, S സുന്ദർദാസ്, ഷബിത.